Meet the editors. പശ്ചിമബംഗാളിലെ ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് തൃണമൂൽ തർക്കം രൂക്ഷമാണ്. 2 സീറ്റുകൾ നൽകാമെന്ന TMC നിർദ്ദേശം കോൺഗ്രസ് തള്ളി. കോൺഗ്രസിന് മമതയുടെ ഔദാര്യം വേണ്ട എന്ന് അധീർ രഞ്ജൻ ചൌധരി പ്രഖ്യാപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 255 സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇന്ത്യ സഖ്യത്തിലെ സീറ്റ് വിഭജന ചർച്ചകൾ ഉടൻ തന്നെ പൂർത്തിയാകും. പശ്ചിമബംഗാളിൽ ഇന്ത്യ സഖ്യം വിരിയും മുന്നേ വാടുന്ന കാഴ്ചയാണ് കാണുന്നത്. കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് സീറ്റ് വിഭജന ചർച്ചയാണ് തർക്കങ്ങൾക്ക് കാരണം. 42 ലോക്സഭാ സീറ്റുകളിൽ 6 ആവശ്യപ്പെട്ട കോൺഗ്രസിന് 2 സീറ്റുകൾ നൽകാമെന്നാണ് TMC മറുപടി നൽകിയത്. വിഷയത്തിൽ പൊട്ടിത്തെറിച്ച കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൌധരി മമതയുടെ ശ്രമം മോദിയെ സന്തോഷിപ്പിക്കാനാണെന്ന് വിമർശിച്ചു. പരസ്യ പ്രതികരണങ്ങൾ പാടില്ല എന്ന് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ കോൺഗ്രസ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകി മണിക്കൂറുകൾക്കകമാണ് ബംഗാളിൽ പൊട്ടിത്തെറി. നിതീഷ് കുമാറിനെ ഇന്ത്യ സഖ്യത്തിന്റെ കൺവീനറാക്കുന്നതിലും മമതയ്ക്ക് അതൃപ്തിയുണ്ട്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി 65 സീറ്റുകളിൽ മത്സരിക്കാൻ തയ്യാറെടുപ്പ് ആരംഭിച്ചു. മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നു എന്ന് ശിവസേന ഉദ്ധവ് നേതാവ് സഞ്ജയ് റാവത്ത് പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക 255 സീറ്റുകളിലായിരിക്കും. ഇന്നലത്തെ നേതൃയോഗത്തിൽ ഇക്കാര്യം സംസ്ഥാന നേതാക്കളെ മല്ലികാർജ്ജുൻ ഖർഗെ അറിയിച്ചു. ബാക്കി സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളുമായി ചർച്ച നടത്തും. റിപ്പോർട്ടർ, ദില്ലി. ഇന്ത്യ മുന്നണിയിൽ തർക്കമോ എന്നതാണ് ചോദ്യം. സുജിയ, ഇന്ത്യ മുന്നണിയിൽ തർക്കമുണ്ടോ? ആ തർക്കം പരിഹരിക്കാനാകാത്ത തർക്കമാണെന്ന് കരുതുന്നുണ്ടോ? തർക്കമുണ്ടെന്നത് വസ്തുതയാണ്. കാരണം ഇന്ത്യ മുന്നണിയിൽപ്പെട്ട പ്രധാന നേതാക്കളിൽ നിന്ന് തന്നെ ആ തർക്കത്തിന്റെ സൂചനകൾ വന്ന സ്ഥിതിക്ക് നമ്മൾ തർക്കമില്ല എന്ന് പറഞ്ഞാലും ആ തർക്കം ഇല്ല എന്ന് സ്ഥാപിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതിനോട് യോജിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ തന്നെ നമുക്ക് തുടങ്ങാമെന്നും കരുതുന്നു. ഇപ്പോൾ മമതാ ബാനർജി, അഖിലേഷ് യാദവ്, നിതീഷ് കുമാർ, MK സ്റ്റാലിൻ, രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവരെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഈ 4 പേരുടെ തീരുമാനം എന്താകും? കോൺഗ്രസുമായി എത്ര സീറ്റിൽ സന്ധിയാകാൻ, അതായത് സീറ്റ് ധാരണ എന്ന് പറയുന്നതിലാണ് ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാൻ പോകുന്നത് എന്നത് വ്യക്തമായ ഒരു കാര്യമാണ്. ഈ മുന്നണി രൂപീകരിച്ച സമയത്ത് തന്നെ അക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ സാഹചര്യത്തിന് അനുകൂലമായ ഒരു തീരുമാനത്തിലെത്തുമെന്നാണ് നേതാക്കൾ പറഞ്ഞിരുന്നത്. കേരളത്തിൽ ഇന്ത്യ മുന്നണി എന്ന രീതിയിലുള്ള ഒരു മത്സരം ഉണ്ടാകില്ല എന്ന് നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നു. LDFും UDFും നേരിട്ട് തന്നെ പരസ്പരം മത്സരിക്കുന്ന കാഴ്ചയായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക. സമാനമായ ഒരു കാഴ്ചയിലേക്ക് തന്നെയാണ് ഡൽഹി, പഞ്ചാബ് ഇത് രണ്ടും പോകാൻ സാധ്യത എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അരവിന്ദ് കെജ്രിവാൾ ഈ സീറ്റുകളിൽ, അതായത് പഞ്ചാബിലും ഡൽഹിയിലും തങ്ങൾക്ക് താല്പര്യമില്ല, ഒരു സീറ്റ് ഷെയറിംഗിലേക്ക് താല്പര്യമില്ല എന്ന് അരവിന്ദ് കെജ്രിവാൾ തന്നെ പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ബംഗാളിൽ മമതാ ബാനർജി കോൺഗ്രസിന് വെച്ച് നീട്ടുന്നത് 2 സീറ്റാണ്. മമതയുടെ ഔദാര്യം ഒന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നത് അധീർ രഞ്ജൻ ചൌധരിയാണ്. അതിനോട് തൃണമൂലിന്റെ പ്രതികരണം വീണ്ടും വരുന്നുണ്ട്. എന്തായാലും ബംഗാളിൽ വലിയ അത്ഭുതങ്ങളൊന്നും ഈ സീറ്റ് ഷെയറിംഗിൽ ഇനിയുള്ള ദിവസങ്ങളിലായാലും സംഭവിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. പരമാവധി പോയാൽ 4 സീറ്റ്, അതിനപ്പുറം ഒരു ധാരണയിലേക്കൊന്നും എത്താനുള്ള ഒരു സാധ്യതയും അവിടെ തെളിയുന്നില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസ് അന്ന് മത്സരിച്ചത് 421 സീറ്റുകളിലാണ്. 421 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ആകെ ജയിച്ചത് 52 സീറ്റിലാണ്. അപ്പോൾ ഇത്തവണ അവർ ആ സീറ്റെണ്ണം കുറയ്ക്കാൻ തയ്യാറാകുന്നു. കൂടുതൽ ധാരണയിലേക്ക് പോകാമെന്ന പ്രതീക്ഷയിലൂടെ ഇപ്പോൾ പ്രാഥമികമായി എത്തിയിരിക്കുന്ന കോൺഗ്രസിനുള്ളിലെ ഒരു ധാരണ 255 സീറ്റുകളിൽ നേരിട്ട് BJPയോട് അല്ലെങ്കിൽ BJPയുടെ സഖ്യകക്ഷികളോട് മത്സരിക്കുക എന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന സ്ഥാനാർത്ഥി നിർണയ ചർച്ച മല്ലികാർജ്ജുൻ ഖർഗെയുടെ വീട്ടിലായിരുന്നു ആ ചർച്ച നടന്നത്. രാഹുൽ ഗാന്ധി, മുകുൾ വാസ്നിക്കും അശോക് ഗെഹ്ലോട്ടും ഭൂപേഷ് ബാഗലും ഒക്കെ ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ ആ ചർച്ചയിൽ ഇങ്ങനെയൊരു സീറ്റ് ഫോർമുലയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊരു ധാരണയിലേക്ക് എത്താമെന്ന് അവർ പറയുന്നു. പക്ഷേ അവിടെയും ചാൻസസ് ഓഫ് വിന്നിംഗ് അതാണല്ലോ വേണ്ടത്. എത്രയിൽ മത്സരിക്കുന്നു എന്നതല്ല, എത്രയിൽ ജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനം. പ്രത്യേകിച്ചും ഇപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ശത്രു ശക്തനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യ മുന്നണി ഒരു പോരാട്ടത്തിനായി ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് INDIA, ഈ അലയൻസിന് എത്രത്തോളം ശക്തിയുണ്ട്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സംഘത്തെയും ഒരു ഹാർട്ട് ട്രിക്കിൽ നിന്ന് ദൂരെ അകറ്റി നിർത്താൻ എത്ര ശക്തിയുണ്ട്? അതാണ് 2024 നമുക്ക് കാട്ടിത്തരാൻ പോകുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച്, അതായത് മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകളും മറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ സന്ദർശനവും ഒക്കെ നമ്മൾ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ 10 ആഴ്ചയ്ക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. ഇനി വെറും 10 ആഴ്ച മാത്രമാണ്, ഏറ്റവും പരമാവധിയാണ് 10 ആഴ്ച മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. കാരണം 2014 മാർച്ച് 5-ന് 2019 മാർച്ച് 10-ന് ആണ് തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഫെബ്രുവരി അവസാന ആഴ്ചയിൽ അല്ലെങ്കിൽ മാർച്ച് ആദ്യ ആഴ്ചയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അതിനു മുൻപ് തന്നെയാണ് ഈ ഭാരത് ജോഡോ ന്യായ യാത്രയുമായി രാഹുൽ ഗാന്ധി സഞ്ചരിക്കാൻ പോകുന്നത്. മണിപ്പൂർ മുതൽ മുംബൈ വരെയുള്ള യാത്രയ്ക്ക് ഈ മാസം 14-ാം തീയതി തുടക്കമാകാൻ പോവുകയാണ്. അതായത് അടുത്ത ആഴ്ച തുടക്കമാകാൻ പോവുകയാണ്.
അപ്പോൾ ആ ഒരു യാത്രയ്ക്കൊപ്പം തന്നെ ഈ സീറ്റ് ധാരണയാകണം, മറ്റു പാർട്ടികളുമായി ഒരു ധാരണയിലേക്ക് പോകണം, പ്രശ്നങ്ങൾ പരിഹരിക്കണം. ബംഗാളിലെ ഈ പരസ്പരമുള്ള ഏറ്റുമുട്ടലൊക്കെ പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ അവിടെ മഞ്ഞുരുക്കാനുള്ള എന്ത് ഫോർമുലയാണ് കൊണ്ടുവരിക എന്നുള്ളത് ആ മുന്നണിയുടെ കാര്യമാണ്. പക്ഷേ അത് അവർക്ക് അത്ര എളുപ്പമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. മറുഭാഗത്ത് മോദിയുടെ ഗ്യാരണ്ടി, അതാണ് ടാഗ് ലൈൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കണ്ടു, തൃശ്ശൂരിൽ നരേന്ദ്രമോദി വരുന്നു, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു തുടക്കം എന്ന വണ്ണം ചെയ്തു തീർത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രഖ്യാപിച്ചു പോകുന്നു. അത് ചർച്ചയാക്കാൻ പരമാവധി ആ പാർട്ടിയുടെ ആളുകൾ ശ്രമിക്കുന്നുമുണ്ട്. അപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പുറത്തുള്ള ഇന്ത്യ മുന്നണിയുടെ ഗ്യാരണ്ടി? മോദിയെ പരാജയപ്പെടുത്തുക എന്നത് മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്, അല്ലെങ്കിൽ മോദിയെ എതിർക്കുക എന്നത് മാത്രമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പുറത്ത് മോദി അതിനെ പരിഹസിക്കുന്നുമുണ്ട്. അപ്പോൾ എന്താണ് ഇന്ത്യ മുന്നണിയുടെ ഗ്യാരണ്ടി? എന്താണ് മുന്നോട്ട് വെക്കാനുള്ള ബദൽ? ജാതി സെൻസസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്ന ഒരു ആത്മപരിശോധന ഇതിനകം തന്നെ ഇന്ത്യ മുന്നണിയിലെ നേതാക്കളൊക്കെ നടത്തിയിട്ടുണ്ടാകും. പക്ഷേ ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി 3 മാസം നിർജീവമാക്കി വെച്ച ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയിൽ ഇപ്പോഴത്തെ തർക്കം അവരുടെ മുന്നോട്ടുള്ള പോക്കിനെ, കാരണം എണ്ണപ്പെട്ട ദിവസങ്ങളാണ്, 10 ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത് എന്ന യാഥാർത്ഥ്യം ആ മുന്നണി തിരിച്ചറിയണം. ഇനിയെങ്കിലും സർവ്വശക്തിയോടും കൂടി, എല്ലാ പ്രഭാവത്തോടും കൂടി, എല്ലാ മെഷീനറിയും കയ്യിലുള്ള ഒരു സംവിധാനം തൊട്ടിപ്പുറത്ത് വളരെ സക്രിയമായി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് തങ്ങളുടെ കയ്യിലുള്ളതെന്ന് തിരിച്ചറിഞ്ഞ് ഒപ്പമുള്ളവരെ പിണക്കാതെ മുന്നോട്ട് പോകാൻ തയ്യാറായാൽ ഒരു മത്സരമെങ്കിലും കാഴ്ചവെക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയും. അല്ലെങ്കിൽ പാടെ തകർന്ന് താഴെ അടിഞ്ഞു കിടക്കും. നികേഷ് കുമാർ, ഇപ്പോൾ 255 സീറ്റുകളിൽ മത്സരിക്കാൻ തീരുമാനമെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒത്തുതീർപ്പിനുള്ള തയ്യാറാണ് ഞങ്ങൾ എന്നൊരു സന്ദേശം കോൺഗ്രസ് നൽകുന്നുണ്ട്. അപ്പോൾ ഈ തർക്കങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്ന് കരുതുന്നുണ്ടോ? എവിടെ തർക്കം? എന്താണ് തർക്കം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ 2 സീറ്റ് എന്ന് പറയുന്നത് തൃണമൂലിൻ്റെ ഒരു സോഴ്സസിൽ നിന്ന് കിട്ടുന്ന നേരത്തെയുള്ള വിവരമാണ്. AICC വെസ്റ്റ് ബംഗാൾ PCCയെ കഴിഞ്ഞ ദിവസം, ഇന്നലെയല്ല, ഏതാണ്ട് ഒരാഴ്ച മുമ്പ് തന്നെ ഡൽഹിയിൽ അവരുമായിട്ട് യോഗം ചേർന്നിരുന്നു. ആ ഘട്ടത്തിൽ അധീർ രഞ്ജൻ ചൗധരി അടക്കമുള്ളവർ AICC അറിയിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് താല്പര്യം എന്നാണ്. എന്ന് വെച്ചാൽ ലെഫ്റ്റുമായിട്ടും അല്ല, തൃണമൂൽ കോൺഗ്രസുമായിട്ടല്ല, ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് താല്പര്യം എന്നാണ്. അവിടുത്തെ PCCയുടെ അനുമാനം എന്ന് പറയുന്നത് 9 സീറ്റുകളിൽ മത്സര സാധ്യതയുണ്ട്, അതിൽ 5 സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ്. മാത്രമല്ല 2 സീറ്റുകളിൽ ജയിച്ചു നിൽക്കുന്ന കോൺഗ്രസ് എന്തിനാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ കൂടെ പോയിട്ട് 2 സീറ്റുകൾ മത്സരിച്ച് മുന്നണിയിൽ മത്സരിക്കേണ്ട കാര്യം? മാത്രമല്ല അതൊന്നും ഫൈനലല്ല. അപ്പം നമ്മളിപ്പോൾ ഒരു സീറ്റ് വിഭജന ചർച്ച നടത്തുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും ചില ഡിജിറ്റുകൾ കേൾക്കുമല്ലോ. ആ നിലയിലുള്ള ഡിജിറ്റ് മാത്രമാണ് അവിടെ നിന്ന് കേൾക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും തൃണമൂൽ കോൺഗ്രസുമായിട്ട് കോൺഗ്രസ് സഖ്യ സാധ്യത തേടുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാം. അധീർ രഞ്ജൻ ചൗധരി AICCയോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞങ്ങൾ തൃണമൂൽ കോൺഗ്രസുമായി മത്സരിക്കാൻ തയ്യാറാണ് എന്നാണ്. പല പ്രമുഖ വെസ്റ്റ് ബംഗാൾ കോൺഗ്രസ് നേതാക്കൾക്കും ലെഫ്റ്റ് ഫ്രണ്ടുമായി ഒന്നിച്ച് മത്സരിക്കണമെന്ന് തന്നെയാണ് താല്പര്യം. ഇനി ലെഫ്റ്റ് ഫ്രണ്ടുമായി മത്സരിച്ചില്ലെങ്കിൽ തന്നെയും കോൺഗ്രസിന് അവിടെ 2 സീറ്റുകളിൽ ഉറപ്പാണ്. 5 സീറ്റുകളിൽ ജയിക്കുമെന്നുള്ള പ്രതീക്ഷ അവരെ സംബന്ധിച്ചിടത്തോളം 9 സീറ്റുകളിൽ മത്സര സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ മുന്നണിയിലാകെ തർക്കം എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. പക്ഷേ ലെഫ്റ്റ് അവിടെ തൃണമൂൽ കോൺഗ്രസുമായി യാതൊരു സഖ്യത്തിനും പോയില്ല എന്ന് ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്നുള്ളത്. അത് വെസ്റ്റ് ബംഗാളിൻ്റെ കാര്യത്തിൽ നോക്കൂ. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഫെബ്രുവരി അവസാനത്തോടു കൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അത് ഏതാണ്ട് ശരിയാണ് എന്നുള്ള ഒരു അനുമാനത്തിലാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാനും എത്തി നിൽക്കുന്നത്. അതിന് കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഗുജറാത്ത് വർഗീയ കലാപം കത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് നരേന്ദ്രമോദി 2002 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിപ്പിച്ചത് ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട്. ആ വൈകാരികതയിലാണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്റീരിക്കൽ മനസ്സിലാണ് യഥാർത്ഥത്തിൽ 2001 കച്ച് ഭൂകമ്പത്തെ മറികടന്നുകൊണ്ട് നരേന്ദ്രമോദിക്ക് ആൻറ്റി ഇൻകംബൻസി മറികടന്ന് അവിടെ വിജയം സമ്മാനിച്ചത്. നമുക്കറിയാം കേശുഭായ് പട്ടേൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കച്ച് ഭൂകമ്പം ഉണ്ടായി. കച്ച് ഭൂകമ്പത്തിൽ ഗുജറാത്ത് ആകെ തകർന്നു. വലിയ നിലയിൽ ആൻറ്റി ഇൻകംബൻസി ആ സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേശുഭായ് പട്ടേലിനെ മാറ്റിയത്. നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രിയാക്കുന്നു. നരേന്ദ്രമോദി അവിടെ ഇറങ്ങിയ ഉടനെ തന്നെ ഒരു വർഗീയ കലാപം ഉണ്ടാകുന്നു. അതാണ് 2002 കാര്യം. 2007 വന്നപ്പോഴോ ടെഹൽക്കയുടെ വെളിപ്പെടുത്തലാണ് ആ സമയത്ത് വന്നിട്ടുള്ളത്. അത് വളരെ വൈകാരികമായി ഉയർത്തിക്കൊണ്ടുവന്നത് ആ
ഇനി ഹിന്ദുക്കളെല്ലാം ജയിലിൽ പോകാൻ പോകുന്നു, എന്നെ അധികാരത്തിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ എന്നുള്ള പ്രതീതി സൃഷ്ടിച്ച് 2007 യഥാർത്ഥത്തിൽ ഗുജറാത്ത് കലാപത്തിൻ്റെ ഒരു അനുരണനങ്ങൾ ഉയർത്തിക്കൊണ്ട് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നു. 2012 ആകുമ്പോഴേക്കും നരേന്ദ്രമോദിക്ക് അദാനിയുടെ സഹായം ലഭിച്ചു. വലിയ നിലയിൽ സ്റ്റേറ്റിനെ കയ്യിലെടുക്കാൻ സാധിച്ചു. 2012 മൂന്നാമത്തെ വിജയവും സമ്മാനിച്ചു. 2014 വലിയ ആൻറ്റി ഇൻകംബൻസി ഉണ്ടായി. ആ ആൻറ്റി ഇൻകംബൻസി തന്നെ ഒരു വലിയ ഇവൻ്റായിരുന്നു. കാരണം അത്രയും അൺപോപ്പുലറായിട്ടുള്ള ഗവൺമെൻറ് ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിരുന്നില്ല. 2009, 2014 UPA 2 സർക്കാർ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദിയുടെ ഒരു പ്രചാരണ രീതികളൊക്കെ തന്നെയും നമുക്ക് പുതുമയുള്ളതായിരുന്നു. അങ്ങനെ നരേന്ദ്രമോദി 2014, 2019 പുൽവാമ ബാലക്കോട്ടുണ്ടായി. പുൽവാമ ബാലക്കോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിജയം നരേന്ദ്രമോദിക്കൊപ്പമായി. 2024 എത്തുമ്പോഴെന്താ സംഭവിക്കുന്നത്? ജനുവരി 22 രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അതായത് ഫെബ്രുവരി അവസാനത്തോടു കൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നാൽ, ഇനി വന്നാൽ തന്നെ 2-3 ആഴ്ച അപ്പുറത്തേക്കേ നീട്ടാൻ കഴിയുള്ളൂ. ഏപ്രിൽ ആദ്യവാരം തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ്. അതുകൊണ്ട് ആ നിലയിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഈ 255 സീറ്റ്. നോക്കൂ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനപ്പുറം വേറെ എന്താ ചെയ്യാൻ സാധിക്കുക? 2019 421 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് ആണ് 2024 ആകുമ്പോൾ 255 എന്ന ഡിജിറ്റിൻ്റെ പ്രത്യേകത എന്താണ്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോൺഗ്രസ് കേവല ഭൂരിപക്ഷം വേണ്ട എത്ര സീറ്റുകളിൽ മത്സരിക്കാതിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ വിട്ടുവീഴ്ച ചെയ്യുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മറ്റ് കക്ഷികളെ കൂടി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. അവിടെ എനിക്ക് തോന്നുന്നു ഡ്രമാറ്റിക്കായിട്ടുള്ള, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള വളരെ നാടകീയമായിട്ടുള്ള വിട്ടുവീഴ്ചകൾ കോൺഗ്രസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ വേണമെങ്കിൽ തൃണമൂൽ കോൺഗ്രസുമായി കോൺഗ്രസിന് ചേരാം. ചിലപ്പോൾ 2-3 സീറ്റുകളിൽ അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായാൽ. പക്ഷേ പഞ്ചാബിലെ കോൺഗ്രസ് നേതൃത്വം ആം ആദ്മി പാർട്ടിയോടൊപ്പം ചേർന്നാൽ അത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് കോൺഗ്രസിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. കാരണം നോക്കൂ, ഇവിടെ LDFും UDFും ചേർന്നാൽ എങ്ങനെയിരിക്കും? അതേപോലുള്ള സ്ഥിതിവിശേഷമാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ചേർന്നാൽ പഞ്ചാബിലുണ്ടാവുക. അവിടെ BJP ഉയർന്നു വരുന്നൊരു ശക്തിയാണ്. BJPയെ പ്രധാനപ്പെട്ട ഒരു എതിരാളിയായി അവിടെ പ്ലേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഒരു കാരണവശാലും ആം ആദ്മി പാർട്ടിയുമായിട്ട് സഖ്യം ചേരുന്നതെന്നാണ് അവിടുത്തെ PCC പറയുന്നത്. പക്ഷേ നിലവിൽ ഈ നിലയിലൊരു 255 എന്ന ഡിജിറ്റിലേക്കൊക്കെ പോവുകയാണെങ്കിൽ കോൺഗ്രസ് പഞ്ചാബിലും ഡൽഹിയിലും പോലും ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ സാധ്യത, അത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഞാൻ ഇനിയിപ്പോൾ നിതീഷ് കുമാറിനെ മുംബൈയിൽ വെച്ച് തന്നെ കൺവീനർ ആക്കേണ്ടതായിരുന്നു. ഡൽഹിയിലും കൺവീനർ ആക്കിയില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് വിളിച്ച് കോൺഗ്രസ് നിതീഷ് കുമാറിനെ കൺവീനർ ആക്കാമെന്ന് പറയുന്നതിലൂടെ നമ്മളിടയിൽ കണ്ടിട്ടുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ, അതായത് ഒരു ചെറിയ തർക്കങ്ങളും കാര്യങ്ങളും, അത് അവസാനിക്കുകയാണെന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഉണ്ണികൃഷ്ണൻ, ഇപ്പോൾ തർക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ കുറേ മാസങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചേർന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ ആണ് ഒരു സ്പോയിലറായിട്ട് മമത പെട്ടെന്ന് ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടുന്നത്. നിതീഷ് ഉയർന്നു വരരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു എന്നുള്ള വിമർശനം അന്ന് തന്നെ ഉയർന്നതാണ്. ഇപ്പോൾ കൺവീനർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് ഉയർത്തുമ്പോഴും അതിനെ എതിർക്കുന്ന മമതയാണ്. അങ്ങനെ ഒരു ഏകസ്വരത്തിലേക്ക് വരുന്നില്ല. ഇനി 2 ആഴ്ചയേ ഉള്ളൂ സമയം. ഒരു സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുന്നതിൽ വളരെ വേഗത്തിൽ കാര്യങ്ങളിലേക്ക് പോകേണ്ട, സീറ്റ് വിഭജന ചർച്ചകൾ വേഗം പൂർത്തിയാക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. നിശ്ചയമായും ഇപ്പോൾ ഫെബ്രുവരി പകുതിയോടുകൂടി, ഇപ്പോൾ 2019 ഷെഡ്യൂൾ വെച്ച് നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഫെബ്രുവരി പകുതിയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് 7 ഘട്ടങ്ങളിലായിട്ടാണ് 2019 തെരഞ്ഞെടുപ്പ് നടന്നത്. അതേപോലെ തെരഞ്ഞെടുപ്പ് നടക്കും. ഇവിടെ സ്മൃതി, ഇപ്പോൾ 4 മീറ്റിങ്ങുകളാണ് ഈ പറയുന്ന ഇന്ത്യ അലയൻസിൻ്റെ ഉണ്ടായിരിക്കുന്നത്. ആകെ 4 മീറ്റിങ്ങുകളാണ് നടന്നത്. അപ്പോൾ ആദ്യത്തെ മീറ്റിംഗ് എന്ന് പറയുന്നത് പാറ്റ്നയിൽ നടന്നു. അന്ന് 16 പാർട്ടികളാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. പിന്നീട് ബാംഗ്ലൂരിലേക്ക് ആ യോഗം വരുമ്പോൾ 26 പാർട്ടികളായി. 26 പാർട്ടികളായി എന്ന് മാത്രമല്ല, അലയൻസിനൊരു പേരുമായി, ഇന്ത്യ അലയൻസ് എന്നൊരു പേരുമായി. പിന്നെ മുംബൈയിലാണ് യോഗം നടക്കുന്നത്. ആ മുംബൈയിലെ യോഗത്തിൽ വിവിധ കമ്മിറ്റികളുണ്ടായി. അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ പെട്ടെന്ന് ചുവട് വയ്ക്കുന്ന ഒരു മുന്നണിയെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ നവംബറിൽ ഈ 4 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് പൂർണ്ണമായും കോൺഗ്രസ് അതിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടുകൂടി ഇന്ത്യ മുന്നണി എന്ന് പറയുന്നതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിലച്ചു എന്നുള്ളത് വസ്തുതയാണ്. അതിനുശേഷം 1 മാസം കഴിഞ്ഞിരിക്കുന്നു. ഈ നിമിഷം വരെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും കൂടി ചേർന്നിട്ടൊരു യോഗം ഇന്ത്യ മുന്നണിയുടെ നടന്നിട്ടില്ല. നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സീറ്റ് ഷെയറിങ് മാത്രമല്ല പ്രശ്നം. ഇപ്പോൾ സീറ്റ് ഷെയറിങ്ങിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പൊതുവേ നമ്മൾ പറയുന്നത് BJPക്കെതിരെ സംയുക്തമായൊരു സ്ഥാനാർത്ഥി എന്നുള്ളതാണല്ലോ പറയുന്നത്. 2019 കണക്കെടുത്താൽ 300 സീറ്റുകളിൽ BJP വേഴ്സസ് കോൺഗ്രസ്, അല്ലെങ്കിൽ BJP വേഴ്സസ് സമാജ്വാദി പാർട്ടി, അല്ലെങ്കിൽ BJP വേഴ്സസ് TMC, അല്ലെങ്കിൽ BJP വേഴ്സസ് DMK, ഈ നിലയ്ക്കാണ് മത്സരം നടന്നിട്ടുള്ളത്. BJPക്കെതിരെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഉദാഹരണത്തിന്
ഉത്തർപ്രദേശ് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം സമാജ്വാദി പാർട്ടിയും BSPയും സഖ്യത്തിലാണ്. അവിടെ കോൺഗ്രസ് ഒരു സാന്നിധ്യമേ ആയിരുന്നില്ല. അവിടെ മത്സരം നടക്കുന്നത് BJPയും പിന്നെ SP-യുടെയോ അല്ലെങ്കിൽ BSPയുടെയോ ഒരു കോമൺ കാൻഡിഡേറ്റുമായിട്ടാണ്. തമിഴ്നാട്ടിൽ എന്താ സ്ഥിതി? DMK-യുമായിട്ടാണ് ഫൈറ്റ്. വെസ്റ്റ് ബംഗാളിൽ TMC-യുമായിട്ടാണ് ഫൈറ്റ്. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിയുമായിട്ടാണ് ഫൈറ്റ്. അതേപോലെ തന്നെ പിന്നെ ബീഹാറിൽ JDU-വും RJD-യും ചേർന്നിട്ടുള്ള മുന്നണിയുമായിട്ടാണ് ഫൈറ്റ്. അപ്പോൾ ഈ നിലയ്ക്കൊക്കെ ഒരു 300 സീറ്റുകളിൽ BJP ഒറ്റ ക്യാൻഡിഡേറ്റിനെയാണ് നേരിട്ടിട്ടുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഇവിടെ അപ്പോൾ സീറ്റ് ഷെയറിംഗ് മാത്രമല്ല പ്രശ്നം. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാവുക, ഒരു പ്രൈം മിനിസ്റ്റീരിയൽ കാൻഡിഡേറ്റ് ഉണ്ടാവുക, മുന്നണിക്കൊരു കൺവീനർ ഉണ്ടാവുക, മുന്നണിക്ക് ജനങ്ങളുടെ പിന്തുണ ലഭിക്കണമെങ്കിൽ ഒരു അജണ്ട, ഒരു പ്രോഗ്രാം ഉണ്ടാവുക. ഇതെല്ലാം വളരെ അടിയന്തരമായ ആവശ്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ വിട്ടുവീഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസിന് എന്താ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ട്രാറ്റജി? എന്താ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 190 സീറ്റുകളിൽ ഡയറക്റ്റ് ഫൈറ്റാണ് BJP വേഴ്സസ് കോൺഗ്രസ്. 190 സീറ്റുകളിൽ വിജയിച്ച എത്ര സീറ്റിലാണെന്നറിയാമോ? 15 സീറ്റിൽ. 175 സീറ്റിലും വിജയിച്ചിരിക്കുന്നത് BJP-യാണ്. സ്ട്രൈക്ക് റേറ്റ് 5%. അപ്പോൾ ഇത് നേരിടാൻ കോൺഗ്രസിന് എന്താണ് പരിപാടിയുള്ളത്? കോൺഗ്രസ്സാണ് ഇവിടെ വിജയിക്കേണ്ടത്, ഒരു സംശയവും വേണ്ട. അവിടെ ആ സ്ട്രൈക്ക് റേറ്റ് ഒരു 35-40% എത്താതെ BJP-യെ തൊടാൻ കഴിയില്ല ഈ തെരഞ്ഞെടുപ്പ്. അവിടെയാണ്. അതായത് നോക്കൂ, അവിടെയൊക്കെ തന്നെ നേരത്തെ കോൺഗ്രസും BJP-യും മത്സരിച്ച് നേർക്കുനേർ മത്സരിച്ച ഇടങ്ങളിൽ മറ്റ് ചില പ്രാദേശിക പാർട്ടികൾ ഉണ്ടായിരുന്നു. ഇവിടെ മറ്റ് ചില പ്രാദേശിക പാർട്ടികൾക്ക് മത്സരിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ അവസരം ഒരുക്കുന്നതിലൂടെ, അവിടെ കോൺഗ്രസ് ഒഴിഞ്ഞു നിൽക്കുന്നതിലൂടെ ഇവിടെ കോൺഗ്രസും BJP-യും തമ്മിലുള്ള ഒരു സ്ട്രേറ്റ് ഫൈറ്റിൽ കോൺഗ്രസിന് കുറച്ചുകൂടി ഒരു എഡ്ജ് ഉണ്ട്. നോക്കാം. അതായത് ഇപ്പം കോൺഗ്രസ് നേരിട്ട് ഫൈറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഞാൻ പറയാം. രാജസ്ഥാൻ കോൺഗ്രസ് വേഴ്സസ് BJP-യാണ്. അതേപോലെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്, കർണാടക ഒരു ത്രികോണ മത്സരം നടക്കുകയാണ്. അവിടെ ഇപ്പോൾ ഈ പറഞ്ഞ JDU എന്തായാലും വരാൻ പോകുന്നില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. തമിഴ്നാട്ടിൽ DMK ആണ് സ്ട്രോങ്, കോൺഗ്രസ് ഇല്ല. എന്നാലും ഹിന്ദി ഹാർട്ട്ലാൻഡിൽ യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും ഫൈറ്റ് ചെയ്യുന്നത് കോൺഗ്രസ്സാണ്, ഈ BJP-യെ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ പിന്നെ വെസ്റ്റ് ബംഗാൾ എടുത്തു. തൃണമൂൽ നന്നായി കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. 22 സീറ്റാണ് തൃണമൂൽ കോൺഗ്രസ് നേടിയിരിക്കുന്നത്. ബീഹാറിലെടുത്തു, JDU നന്നായി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. 18 സീറ്റാണ് നേടിയിരിക്കുന്നത്, JDU RJD. ഉത്തർപ്രദേശാണ് BJP ഏകപക്ഷീയമായി വിജയം നേടിയ സംസ്ഥാനം. തമിഴ്നാട്ടിൽ DMK ഗംഭീര പെർഫോമൻസ് നടത്തിയിരിക്കുന്നത്. അവർ 28 സീറ്റുകൾ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഇന്ത്യ അലയൻസിലെ മറ്റ് ഘടകകക്ഷികൾ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കോൺഗ്രസ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശ്രദ്ധാപൂർവം അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മുൻകൈ എടുക്കണം, ഈ ആളുകളെ കൂട്ടിച്ചേർക്കുന്നതിൽ മുൻകൈ എടുക്കണമെന്ന് മാത്രമല്ല, കോൺഗ്രസ്സിനൊരു പരിപാടി ഉണ്ടാവണം, കോൺഗ്രസ്സിനൊരു നേതാവ് ഉണ്ടാവണം. കാരണം എന്താ വെച്ചാൽ ഈ പറയുന്ന ഒരു 200-225 സീറ്റുകളിൽ ഓഫ് കോഴ്സ് ഇപ്പോൾ നികേഷ് പറഞ്ഞ കണക്ക് ചില പാർട്ടികൾ വന്നാൽ പോലും, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും കൂടി അലയൻസിൽ, ഇപ്പോൾ സമാജ്വാദി പാർട്ടി 69 സീറ്റിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുക. 65 65 സീറ്റുകളിൽ മത്സരിക്കും. ബാക്കി പിന്നെ എത്ര സീറ്റാണ് ഉള്ളത്? അവിടെ 15 സീറ്റാണ് ഉള്ളത്. അപ്പോൾ ആ 15 സീറ്റിൽ എത്ര സീറ്റ് കോൺഗ്രസിന് കൊടുക്കുമെന്ന് നമ്മൾ കണ്ടറിയാം. അവിടെ ഒരു പ്രശ്നമുള്ളത് ഞാൻ ഉണ്ണി പറയുന്നതിനിടയിൽ തടസ്സപ്പെടുത്തി. നോക്കൂ, 65 സീറ്റുകളിൽ മത്സരിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കോൺഗ്രസുമായിട്ട് ഒരു അസ്വാരസ്യം ഉണ്ട്. കാരണം അവിടെ കോൺഗ്രസ് സമാന്തരമായി BSP-യുമായി പോലും സംസാരിക്കുന്നു. മാത്രമല്ല ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസ് പിടിച്ചേക്കുമോ എന്നുള്ള ആശങ്കയും ഉണ്ട്. പിന്നെ അവരുടെ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ഈ OBC വോട്ട് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അതിലേക്കാണ് കോൺഗ്രസ് വരുന്നത് എന്നുള്ള പ്രശ്നമുണ്ട്. ഒന്ന് ഈ OBC വോട്ട്, 2 മുസ്ലിം വോട്ട് പിടിക്കുമോ എന്നുള്ള പ്രശ്നം, 3 BSP-യുമായിട്ട് അവർ സംസാരിക്കുന്നു എന്നുള്ള പ്രശ്നം. അപ്പോൾ അവർ 65 എന്ന് പറയുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി മാത്രമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ 10 സീറ്റിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിയൊന്നുമല്ല കോൺഗ്രസ്. കോൺഗ്രസിന് അതിൻ്റേതായ ലെഗസി ഉത്തർപ്രദേശിലുണ്ട്. കോൺഗ്രസ് എന്നാൽ ജയിക്കാവുന്ന മണ്ഡലങ്ങളിൽ മാത്രമേ കോൺഗ്രസ് മത്സരിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു മുൻ അനുഭവത്തിൻ്റെ ഉത്തരവാദിത്തം കോൺഗ്രസിനുണ്ടാകണം. അതാണ്. അപ്പം നോക്കാം, നമ്മളിപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഈ ഇത്തരത്തിൽ അല്ല, കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യും. ഇപ്പോൾ ഉത്തർപ്രദേശിൽ നന്നായി വിട്ടുവീഴ്ച ചെയ്യും, ബീഹാറിൽ വിട്ടുവീഴ്ച ചെയ്യും, തമിഴ്നാട്ടിൽ വിട്ടുവീഴ്ച ചെയ്യും, വെസ്റ്റ് ബംഗാളിൽ വിട്ടുവീഴ്ച ചെയ്യും, യാതൊരു സംശയമില്ല. മറ്റ് സ്ഥലങ്ങളിൽ കോൺഗ്രസ് എങ്ങനെ പെർഫോം ചെയ്യും, ഇതെല്ലാം വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. എന്ന് മാത്രവുമല്ല, ഇപ്പോൾ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും കൂടി ഉത്തർപ്രദേശിൽ ഒന്നിച്ചു വരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ BJP-ക്ക് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, BJP വലിയ മാർജിനിലാണ് എല്ലാ സീറ്റുകളിലും ജയിച്ചിരിക്കുന്നത്. ആ മാർജിനെ ഓവർടേക്ക് ചെയ്യാൻ കഴിയുമോ? ഇതാണ് നമ്മൾ ഈ പറയുന്ന തർക്കം എന്ന് പറയുന്നത്. ഇപ്പം നികേഷ് സൂചിപ്പിച്ച വളരെ കൃത്യമായ കാര്യമാണ്. അതായത് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞങ്ങൾക്ക് ഇറോഷൻ സംഭവിക്കുമോ എന്ന ആകാംക്ഷ വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനുണ്ട്, ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്കുണ്ട്. തമിഴ്നാട്ടിലൊന്നും പിന്നെ കോൺഗ്രസ് ഒരു സാന്നിധ്യമല്ല, അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല. കർണാടകത്തിൽ കോൺഗ്രസിനാണ്, ഈ സൗത്ത് ഇന്ത്യ നമ്മളങ്ങനെ എടുക്കുന്നില്ല.
നോർത്ത് ഇന്ത്യയിൽ ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം തർക്കത്തിന് കാരണമാണ്. ഇനി ഭയങ്കര രസകരമായൊരു കാര്യം കഴിഞ്ഞ ദിവസം ബീഹാറിൽ നടന്നിട്ടുണ്ട്. ബീഹാറിൽ എന്താ സ്ഥിതി? ബീഹാറിൽ RJDയും JDUവും തമ്മിലൊരു പ്രശ്നമുണ്ടായിരിക്കുകയാണ്. എന്താണ് ആ പ്രശ്നം? ഇപ്പോൾ ലലൻ സിംഗിനെ മാറ്റിയിട്ട് നിതീഷ് കുമാർ JDUവിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്തു. അഖിലേന്ത്യാ അധ്യക്ഷ പദവി ഏറ്റെടുത്തു. എന്താ കാരണം? 75 സീറ്റ് RJDക്ക് ഉണ്ടോ? ഏറ്റവും വലിയ ഒറ്റക്കക്ഷി RJD ആണ് അവിടെ. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ RJDയും ഒറ്റയ്ക്കും BJPയും JDU ഒന്നിച്ചുമായിരുന്നു. അപ്പം 74 സീറ്റ് BJPക്ക്, 43 സീറ്റ് JDUവിന്. പക്ഷേ നിതീഷ് കുമാറിനെയാണ് മുഖ്യമന്ത്രിയാക്കിയത്. പിന്നെ 2022 ആ സഖ്യം ഉപേക്ഷിച്ചാണ് നിതീഷ് കുമാർ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം ക്ലെയിം മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് നിതീഷ് കുമാർ തന്നെ മുന്നോട്ട് വയ്ക്കുന്നു. ഒറ്റക്കക്ഷിയായിരുന്നിട്ട് പോലും, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്നിട്ട് പോലും RJD പിന്തുണയ്ക്കുന്നു. എന്നിട്ട് തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാവുന്നു. ഇപ്പോൾ എന്താ RJDയുടെ ഡിമാൻഡ്? നിങ്ങൾ നേരെ ദേശീയ നേതൃത്വം ഏറ്റെടുത്തുള്ളൂ. എന്നിട്ട് ദേശീയ നേതൃത്വത്തിലേക്ക് ഇനി നിതീഷ് കുമാർ ശ്രദ്ധ തിരിക്കൂ. ഇവിടെ തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാവട്ടെ. ഈ അജണ്ട JDUവിനകത്ത് നടപ്പാക്കാൻ ശ്രമിച്ചു എന്നതാണ് ലലൻ സിംഗിനെ മാറ്റിക്കൊണ്ട് നിതീഷ് കുമാർ ഏറ്റെടുക്കാനുള്ള കാരണമെന്ന് പറയുന്നത്. അവിടെ ഇങ്ങനൊരു തർക്കം നിൽക്കുകയാണ്. ഇപ്പോൾ സമാജ്വാദി പാർട്ടി അവിടെ തർക്കം നിൽക്കുമ്പോൾ പോലും നോക്കൂ, അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ നിതീഷ് കുമാർ ഒഴിഞ്ഞ് തേജസ്വി യാദവിന് മുഖ്യമന്ത്രി പദം കൊടുക്കാമെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. അതിപ്പോൾ 1 വർഷമായിട്ടും ആകുന്നില്ല. അപ്പോഴാണ് ലലൻ സിംഗ് ലാലു പ്രസാദ് യാദവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ഒരു വൈരുദ്ധ്യമാണ്. പക്ഷെ അവിടെ നോക്കൂ, ഇപ്പോൾ ജാതി സെൻസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ടായിട്ടുള്ളത് അവിടുത്തെ മുസ്ലിം വോട്ട് യാദവ് വോട്ട് RJDയുടെ കൂടിയാണ്, EBC വോട്ട് നിതീഷ് കുമാറിൻ്റെ കൂടിയാണ്. അത് ഏതാണ്ട് 80%. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായി ബീഹാർ നിൽക്കുന്നുണ്ട് ഈ വൈരുദ്ധ്യങ്ങളുടെ ഒപ്പം തന്നെ. സംശയം ഞാൻ പറയുന്നത്, ഈ തർക്കങ്ങളില്ല എങ്കിൽ ഒറ്റക്കെട്ടായി നിന്നാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാവുന്ന 2 സംസ്ഥാനങ്ങളിൽ 3 സംസ്ഥാനങ്ങളാണ് ബീഹാറും ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും. ചെറിയ കാര്യമല്ല. മഹാരാഷ്ട്രയിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ശിവസേനയെ ഭിന്നിപ്പിച്ചത്? ശിവസേന എന്തായിരുന്നു BJPയുടെ അടിയന്തര ആവശ്യം? BJP മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുത്തുകൊണ്ടാണ് ഈ പറയുന്ന ശിവസേനയെ ഭിന്നിപ്പിക്കുന്നത്. എന്തിനാണത് ചെയ്തത്? അവരുടെ 48 സീറ്റാവുള്ളൂ. അവിടെ ഒരു സീറ്റ് നഷ്ടമാകുന്ന, അല്ലെങ്കിൽ 2 സീറ്റ് നഷ്ടമാകുന്നത് പോലെയല്ല. 48 സീറ്റിൽ അവിടെ മഹാവികാസ് അഘാഡി ഒരു വലിയ പ്രതിരോധം ഉണ്ടാക്കിയാൽ പകുതിയായി സീറ്റ് കുറഞ്ഞ എന്താ സ്ഥിതി BJPക്ക് അങ്ങനെയൊന്നും വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. ഈ പറയുന്ന കഴിഞ്ഞ 2019 അതേ റിസൾട്ട് ഉത്തർപ്രദേശിൽ ഉണ്ടാക്കാമെന്ന് BJP വിചാരിക്കുന്നില്ല. ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ തർക്കങ്ങൾ ഈ രീതിയിൽ ഇപ്പോൾ ബീഹാറിലാണെങ്കിലും വെസ്റ്റ് ബംഗാളിലാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഉത്തർപ്രദേശിലാണെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പ്രശ്നം സീറ്റ് ഷെയറിങ്ങിൽ നമ്മളിത് പ്രതീക്ഷിച്ചിരുന്നതാണ്, ഒരു സംശയമില്ല. സീറ്റ് ഷെയറിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായി 26-28 പാർട്ടികളുടെ മുന്നണിയിൽ തർക്കങ്ങളുണ്ടാകും. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യ മുന്നണി, ആ പേര് തന്നെ വളരെ മനോഹരമായിരുന്നു, അതുണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം നടന്ന 3 യോഗങ്ങളിലുണ്ടായിട്ടുള്ള ഇമ്പാക്റ്റുകളുണ്ട്. അതിൻ്റെ എല്ലാം വളരെ പ്രോഗ്രസിംഗ് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ അതിനുശേഷം ഒരു കോമൺ മിനിമം പ്രോഗ്രാമിലേക്ക് പോലും കടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ എന്താണ് നിങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത്? അതിനൊക്കെ സമയമായില്ലേ? അതിനൊക്കെ സമയം ആയിക്കഴിഞ്ഞല്ലോ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം. ഇപ്പോൾ ഖാർഗെയെ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പിന്നെ മമതാ ബാനർജി പറയുന്നു. അരവിന്ദ് കെജ്രിവാൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ആരാ അതിനെ പിന്നീന്ന് കുത്തിയത്? കോൺഗ്രസ് തന്നെയാന്നേ. കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ ഖാർഗെ തന്നെ അവസാനം വന്നിട്ട് പറയുന്നു അല്ല അതിപ്പോൾ പറയാനൊന്നും സമയമായിട്ടില്ല എന്ന് പറയുന്നു. നിതീഷ് കുമാറിന് വലിയ ആഗ്രഹമായിരുന്നു കൺവീനറായിട്ട് വരിക എന്നുള്ളത്, ഇതിൻ്റെ പ്രധാനപ്പെട്ട കണക്ക്. എന്ന് മാത്രമല്ല നിതീഷ് കുമാർ PM പോസ്റ്റിന് ഐ ചെയ്യുന്ന ഒരാളുമാണ്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് മമതാ ബാനർജി അതാകാൻ പറ്റില്ല എന്ന് പറയുന്നത്. നിതീഷ് കുമാറിന് ആക്കണ്ട. അതിന് പ്രത്യേക കോണ്ടെക്സ്റ്റ് കൂടിയുണ്ട്. അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അടപടലം തകർന്നപ്പോൾ, അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സംസ്ഥാനങ്ങൾ തകർന്നല്ലോ. ഒരു ഉത്തരേന്ത്യയിൽ നിന്നുള്ളൊരു നേതാവ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഇല്ല. ആ ഒരു സ്പേസിൽ നിതീഷ് കുമാർ ആഗ്രഹം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മമത പിന്നെ നൂത്തിയത്. അത് മാത്രമല്ല, ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഈ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു സൗത്ത് ഇന്ത്യൻ നേതാവാണ്. സൗത്ത് ഇന്ത്യയിൽ അദ്ദേഹത്തിന് ഒരു വലിയ ക്ലൗട്ട് ഉണ്ട്. പിന്നെ 10 തെരഞ്ഞെടുപ്പുകൾ കൺസിക്യൂട്ടീവായിട്ട് വിജയിച്ച വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണ്. 80 വയസ്സിന് മുകളിലുണ്ട്. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ ഈ നരേന്ദ്രമോദിക്കെതിരെ നിർത്താവുന്ന ഒരു കാൻഡിഡേറ്റ് ആണോ ഈ പറയുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ എന്നൊരു പ്രശ്നമുണ്ട്. പക്ഷേ ദളിത് വോട്ടുകൾ ഖാർഗെയെ മുന്നിൽ വെച്ചാൽ വരുമെന്ന് പറയുന്നു. അത് നല്ല കാര്യമാണ്. ഇപ്പം ദളിത് വോട്ടിൻ്റെ ഒരു കണക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്കും 2019 എത്തുമ്പോഴുണ്ടല്ലോ 34% ദളിത് വോട്ട് BJPക്കാണ്. എത്രയാണെന്നറിയാമോ? കോൺഗ്രസിൻ്റെ ദളിത് വോട്ട് 20%. ഇതിൻ്റെ ബാക്കിലോട്ട് എടുത്താൽ 1996 BJPക്ക് കിട്ടിയ ദളിത് വോട്ട് എന്ന് പറയുന്നത് 14%. 96 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 14%. അന്ന് 34% വോട്ട്
കോൺഗ്രസിനാണ് ദളിത് വോട്ട് കിട്ടിയിരിക്കുന്നത്. നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ഈ 96-ൽ നിന്ന് 28 വർഷം കഴിയുമ്പോൾ ഈ 5 സംസ്ഥാനങ്ങളുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത് മുസ്ലിം വോട്ടും ദളിത് വോട്ടുകളുമാണ് കൺസിസ്റ്റന്റ് ആയി കോൺഗ്രസിന്റെ കൂടി ഉള്ളത്. ST വോട്ടുകളാണ് യഥാർത്ഥത്തിൽ BJPയോടൊപ്പം പോയിട്ടുള്ളത്. OBC വോട്ടുകളിലും വർധനവുണ്ടായിട്ടുണ്ട്. ഏതായാലും നിലവിലുള്ള ഉത്തരേന്ത്യയിലെ ഏറ്റവും ഒടുവിലത്തെ ഇലക്ഷനിൽ പോലും ദളിത് SC വോട്ടുകൾ കോൺഗ്രസിനോടൊപ്പം ഉണ്ട്, മുസ്ലിം വോട്ടുകൾക്കൊപ്പം. അല്ല, ആ കോമ്പിനേഷനൊക്കെ ഉണ്ടാവും. ഞാൻ പറയുന്നത് ഈ പറയുന്ന ഒരുപാട് സംസാരിച്ചു. ഞാൻ ഇപ്പോൾ സ്മൃതിയുടെ അവസരമാണ്, അടുത്ത ഘട്ടത്തിൽ ഇത് വിശദീകരിക്കാം. ഇത്രയേ ഉള്ളൂ. അതായത് ഞാൻ ഇതിൽ സീറ്റ് ഷെയറിങ്ങിൻ്റെ മാത്രം പ്രശ്നമായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല. ദേ ഷുഡ് ആക്ട് ഇമ്മീഡിയറ്റ്ലി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പരിപാടി അവതരിപ്പിക്കണം. നിങ്ങളുടെ പരിപാടി എന്താണ്, നിങ്ങളുടെ നേതാവ് ആരാണ്, നിങ്ങളുടെ മുന്നണി സംവിധാനം എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിയില്ല എങ്കിൽ ഈ സീറ്റ് ഷെയറിങ്ങിൽ മാത്രം കുടുങ്ങി ഇത്തരം തർക്കങ്ങൾ നിന്നാൽ ഒരു വിശ്വാസ്യത സൃഷ്ടിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ്. എന്തായാലും മുന്നണിയിൽ തർക്കമുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ അപ്പുറത്ത് NDA എന്ന് പറയുമ്പോൾ NDA അല്ലല്ലോ, യഥാർത്ഥത്തിൽ BJP ആണല്ലോ. അത്രേ ഉള്ളൂ. മുന്നണി എന്നൊന്നും പറയാനില്ല. BJP ഈ ബാംഗ്ലൂർ സമ്മേളനത്തിന് ശേഷമേ ഒരു കാര്യം പറഞ്ഞോട്ടെ, 26 പാർട്ടികൾ ബാംഗ്ലൂർ സമ്മേളനം വന്നപ്പോഴേ ശരിക്കും പറഞ്ഞാൽ തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, NDA യോഗം വിളിച്ചു. 32 പാർട്ടികൾ ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞു. എത്രയോ കാലത്തിന് ശേഷമാണെന്നറിയോ NDAയുടെ ഒരു യോഗം നടന്നത്. ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് പിന്നെ മുംബൈയിൽ മീറ്റിംഗ് വിളിച്ചപ്പോഴത്തേക്കും എന്താ ചെയ്തത്, 1 പാർട്ടി 1 ഇലക്ഷൻ എന്ന് പറഞ്ഞൊരു അജണ്ട കൊണ്ടുവന്നു. ഭയന്നിരുന്നു. നമ്മളന്ന് ഇതൊക്കെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു മോഡി ഉലഞ്ഞു, അമിത്ഷാ ഉലഞ്ഞു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ ഉലച്ചിലൊക്കെ ഈ പറയുന്നത് അവിടെ ഉലഞ്ഞു, ഇവിടെ വീണു. പക്ഷെ ഒരു കാര്യമുണ്ട്, BJP പെട്ടെന്ന് ആക്ട് ചെയ്യും. എന്തെങ്കിലും ഒരു പരിഹാരം നടക്കുന്നില്ല എന്നാണ്. അതാണ് ഒരുമിക്കും ഭാരതം വിജയിക്കും ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിയിട്ടാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ രൂപീകൃതമായത്. പക്ഷേ ഒരുമിക്കുമോ വിജയിക്കുമോ എന്നുള്ളതൊക്കെ ഇവിടെ തർക്കമായി സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള സംശയത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ അതിനിർണായകമായ 2 ആഴ്ചയാണ് ഉള്ളത്. ഈ മാസം 20-ന് മുമ്പ് തന്നെ സംസ്ഥാന തലത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ മുന്നണിയിൽ ധാരണയായിട്ടുണ്ട്. കോൺഗ്രസ് 5-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ തർക്കകേന്ദ്രം നേരത്തെ പറഞ്ഞ പോലെ നിതീഷ് കുമാറാണ്. അതെങ്ങനെ പരിഹരിക്കുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നിതീഷ് കുമാറിനെ കൺവീനറായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നു. വെട്ടാൻ വേണ്ടി കഴിഞ്ഞ യോഗത്തിൽ തന്നെ എങ്ങനെയാണ് മമത പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിച്ചു. അന്ന് കേജ്രിവാൾ പിന്തുണച്ചപ്പോൾ കൺവീനറായി നിതീഷിനെ കൊണ്ടുവരുമ്പോഴും അതിനെയും പിന്തുണയ്ക്കുന്നത് കേജ്രിവാളാണ്, എതിർക്കുന്നത് മമതയാണ്. നിതീഷ് ഇപ്പോൾ മുന്നണി സംവിധാനത്തിൽ കടുത്ത അതൃപ്തിയിലാണ്. നിതീഷുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ സംസ്ഥാനത്തിനകത്ത് പ്രശ്നമുണ്ട്. തേജസ്വി യാദവ് JDUവിനെ പിളർത്തി സ്വന്തം സർക്കാർ ഉണ്ടാക്കുമെന്ന ഭീതി ഉള്ളതുകൊണ്ടാണ് ലലൻ സിംഗിനെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി ആ സ്ഥാനത്തേക്ക് നിതീഷ് തന്നെ സ്വയം വന്നത്. ഈ 243 അംഗ നിയമസഭയിൽ തേജസ്വിക്കൊപ്പം മൊത്തം 114 പേരുണ്ട്. അപ്പോൾ പുറമേ നിന്ന് വെറും 7 പേരുടെ പിന്തുണ കിട്ടിയാൽ മതി. ആ പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ നിതീഷിനെ വെട്ടി തേജസ്വിക്ക് മുഖ്യമന്ത്രിയാകാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വല്ലാതെ ഭയക്കുന്നതുകൊണ്ട് തന്നെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിതീഷ് വരുന്നു. ലലൻ ഒറ്റിക്കൊടുക്കുമെന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. അപ്പോഴും നിതീഷിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ ഇങ്ങനെ തേജസ്വി യാദവ് ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് അവിടുത്തെ സംസ്ഥാനത്തെ പ്രശ്നമായി നിൽക്കുന്നത്. ബംഗാളിലെ സ്ഥിതി നേരത്തെ പറഞ്ഞതുപോലെ 2 സീറ്റ് മമത വാഗ്ദാനം ചെയ്യേണ്ട 2 സീറ്റിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് 2 സീറ്റുണ്ട്. പക്ഷേ ഉണ്ണി ബാലകൃഷ്ണൻ, എനിക്ക് തോന്നുന്നത് അവിടെ ഇപ്പോൾ എങ്ങനെയൊക്കെ വന്നാലും കോൺഗ്രസിന് പഴയ സ്വാധീനമില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോഴും 18 സീറ്റിൽ BJP ജയിച്ച പശ്ചാത്തലം. അപ്പോൾ അവിടെ കോൺഗ്രസിന്റെ പിന്തുണ മമതയ്ക്ക് വേണ്ടേ? അതുകൊണ്ട് തന്നെ 2 എന്നുള്ള 2 സീറ്റ് എന്ന് ഇപ്പോൾ പറയുന്നത് അവരാവശ്യപ്പെടുന്ന 6 ആണ്. അവർ 4ലേക്ക് വരെ എത്താൻ സാധ്യതയില്ലേ? വന്നിട്ടില്ലെന്ന് മാത്രമല്ല, അതൊരു കരക്കമ്പിയായിട്ട് കണ്ടാൽ മതി. അധിർ രഞ്ജൻ ചൗധരി വളരെ പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ അധിർ രഞ്ജൻ ചൗധരി അതുപോലെ തന്നെയുള്ളൊരു പ്രശ്നമാണ്. ഈ സംസ്ഥാനത്തെ നേതാക്കൾ പറയുന്ന അവരുടെ വാദങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക, അവരുടെ വാശിയിലേക്ക് നേതൃത്വം പോവുകയാണെങ്കിൽ അത്രത്തോളം ഫലിക്കുമെന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അധിർ രഞ്ജൻ ചൗധരി ദേശീയ തലത്തിൽ നേതാക്കൾ തമ്മിൽ ചർച്ച ചെയ്ത ഒരു പരിഹാരത്തിലേക്ക് എത്തുമ്പോഴും അത് പൊളിക്കാനുള്ള രീതിയിലുള്ള പ്രതികരണം നടത്തും. അപ്പോൾ അത് എത്രത്തോളം അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കുമ്പോൾ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് കോൺഗ്രസിന് എത്രത്തോളം തിരിച്ചടിയായി. പശ്ചിമ ബംഗാളിലെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിലയിരുത്തിയതാണല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ BJPക്ക് അതിന് മുമ്പുണ്ടാക്കിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ബംഗാളിൽ ആദ്യം കോൺഗ്രസിന്റെ ഒരു അധീശത്വമാണ്, പിന്നീട് CPMന്റെ ഒരു അധീശത്വം, ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ. അവിടെ കോൺഗ്രസിന്റെ അവിടുത്തെ പ്രാദേശിക നേതാക്കൾക്ക് ഈ തൃണമൂൽ കോൺഗ്രസിനോടുള്ള ഒരു അകൽച്ച കോൺഗ്രസിനെ വളരാൻ സമ്മതിക്കാതിരിക്കുന്നത്
തൃണമൂൽ കോൺഗ്രസ് ആണ് എന്നുള്ള നിലവിലെ സാഹചര്യത്തിൽ ലെഫ്റ്റിനെ കുറിച്ച് അങ്ങനെ ഒരു പരാതി വെസ്റ്റ് ബംഗാളിലെ കോൺഗ്രസ് നേതാക്കൾക്കില്ല. അതുകൊണ്ടാണ് ഈ തൃണമൂൽ കോൺഗ്രസുമായിട്ടുള്ള അകൽച്ച. അധീർ രഞ്ജൻ അവിടുത്തെ PCC പ്രസിഡന്റ് കൂടിയാണ്. അധീർ രഞ്ജനെ പോലുള്ളവർക്ക് ആ ഒരു അകൽച്ചയുള്ളത്. പിന്നെ ദേശീയ നേതൃത്വം നിർബന്ധിക്കുകയാണെങ്കിൽ ഞങ്ങൾ പക്ഷേ 2 സീറ്റ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ക്വസ്റ്റൻ ആണെന്നേ. 2 സീറ്റ് സ്വന്തമായി ജയിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി. മാത്രമല്ല മറ്റേ ചോദ്യവും ശരിയാ. ഇപ്പൊ സ്മൃതി ചോദിച്ചത് കണക്ക് ഇപ്പൊ 18 സീറ്റ് BJP ക്കാണല്ലോ അവിടെ ഉള്ളത്, 22 സീറ്റാണ് മമത പിടിച്ചിരിക്കുന്നത്, 2 സീറ്റ് കോൺഗ്രസിന്, ആകെ 40 സീറ്റ്. അപ്പോൾ അതിനകത്ത് ഈ 18 സീറ്റിൽ ഈ കോൺഗ്രസും TMCയും കൂടി കൈകോർക്കുകയാണെങ്കിൽ അത്രയും വിജയം ഉണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നത്. BJPക്ക് അത്രയും വിജയം ഉണ്ടാവില്ല. എൻ്റെ കാര്യം എന്താണെന്ന് അത് തടയുകയാണല്ലോ ഈ മുന്നണിയുടെ തന്നെ വെച്ചാൽ ലക്ഷ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നമ്മുടെ ഈ ഡാറ്റ വെച്ചാൽ പറയുന്നത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം വലിയ തിരിച്ചടിയാണ് BJPക്ക് ഉണ്ടായിരിക്കുന്നത് അവിടെ. അതായത് BJP അവിടെ ഒരു മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി വളർന്നു വരുമെന്നുള്ള സങ്കല്പം ഇപ്പം ഇല്ല. പക്ഷേ അവർക്ക് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന ഘട്ടത്തിൽ BJPക്ക് പലയിടങ്ങളിലും ജില്ലാ ഘടകങ്ങൾ പോലും അപൂർവമായിരുന്നു. ഇപ്പോൾ 2024 എത്തുമ്പോൾ ഉണ്ടല്ലോ, BJP അവിടെ സുശക്തമായ പാർട്ടിയാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ ലെഫ്റ്റ് ഉയർന്നു വന്നു എന്നുള്ള തോന്നലുണ്ടെങ്കിൽ അത് തെറ്റ്. അല്ലല്ല, 2 കോൺഗ്രസിന് ചില മേഖലകളിൽ മാത്രമാണ് സ്വാധീനം. 2 പാർട്ടികളെ ഇന്നിപ്പോൾ അവിടെ ഉള്ളൂ. 1 തൃണമൂൽ കോൺഗ്രസും 2 BJPയും. ഇവരോടുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ്. ആ നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ലെഫ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. ലെഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി അവരെ സംബന്ധിച്ചിടത്തോളം BJPയും തൃണമൂലും ഒരേപോലുള്ള ശത്രുവാണ്. അവരെ അതിന് ഒരുക്കമല്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സഹകരിച്ച് പോകേണ്ടി വരും, തൃണമൂലുമായി ചേർന്ന് പോകേണ്ടി വരും. ആ വോട്ട് മാർജിൻ അതാ പറഞ്ഞത്. ഇപ്പോൾ സമാജ്വാദി പാർട്ടിക്ക് ക്ഷമിക്കണം, ഉത്തർപ്രദേശിൽ വലിയ മാർജിനിലാണ് പിന്നെ BJP MPമാർ ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ വെസ്റ്റ് ബംഗാൾ സ്ഥിതി അതല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ഈ തൃണമൂൽ കോൺഗ്രസും ഒന്നിച്ചു ചേർന്നാൽ ഈ 18 സീറ്റ് എന്ന് പറയുന്ന ദൂരം പിന്നെയും വെട്ടാൻ പറ്റും. ആ മാർജിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും. ഒരു 4-5% വോട്ട് ഇപ്പോഴും കോൺഗ്രസിനുള്ള സ്ഥലം തന്നെയാണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത്. ഈ ഉത്തർപ്രദേശിലെ പോലെ അടിപറ്റിയ ഒരു സ്ഥലമൊന്നുമല്ല. അപ്പോൾ ആ അർത്ഥത്തിൽ അവർക്കത്. പിന്നെ നേരത്തെ നികേഷ് പറഞ്ഞതുപോലെ ഈ കോൺഗ്രസിനെ വളരാൻ വിടാത്തത് തൃണമൂൽ കോൺഗ്രസ് ആയിരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് രൂപപ്പെട്ട പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് എന്നുള്ളതാണ്. കോൺഗ്രസ് വിട്ടുവന്ന പാർട്ടിയാണ്. ആ ശത്രുത വളരെ ശക്തമാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ പാർലമെൻറ്റ് റിപ്പോർട്ട് ചെയ്യുമ്പം പാർലമെൻറ്റിൽ ഏറ്റവും വലിയ അടി നടക്കുന്ന ആർക്കിടയിലാണെന്നറിയോ? പ്രണാബ് മുഖർജിയും മമതാ ബാനർജിയും തമ്മിലാണ് ഏറ്റവും വലിയ അടി. പിന്നെ സോമനാഥ് ചാറ്റർജി സ്പീക്കറായിരിക്കുമ്പം മമതാ ബാനർജിയാണ് വെല്ലിലിറങ്ങി ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കിയത്. സോമനാഥ് ചാറ്റർജിയെ തറവറ്റിച്ച ആളാണ്. അതെ, തെരഞ്ഞെടുപ്പ് തോൽപ്പിച്ച ആളാണ്. ചിലത കേസൊന്നുമല്ല. അതെ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാൽ എനിക്ക് ചില വിയോജിപ്പുകളുള്ളൂ. നമുക്ക് ഒരു കോമൺ മിനിമം പ്രോഗ്രാം സാധ്യമല്ല. ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ കോമൺ മിനിമം പ്രോഗ്രാം ഇല്ല എന്ന് തീരുമാനിച്ചിരുന്നു. BJPയെ തറപറ്റിക്കുക, അങ്ങനെ തറപറ്റിച്ച് അധികാരത്തിൽ വരികയാണ് എങ്കിൽ ആ ഘട്ടത്തിൽ കോമൺ മിനിമം പ്രോഗ്രാമുമായിട്ട് സർക്കാർ ഉണ്ടാക്കാൻ പോകാം എന്നുള്ളതാണ് നേരത്തെയുള്ള നിശ്ചയം. ആ നിലയിൽ തന്നെ പോകണം. ഇപ്പോൾ കോമൺ മിനിമം പ്രോഗ്രാമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അടുത്ത 2025 മെയ്യിൽ പോലും തീരാത്ത രീതിയിൽ ചർച്ചകൾ നീണ്ടുപോകും. അതുകൊണ്ട് കോമൺ മിനിമം പ്രോഗ്രാമും ഔട്ട് ഓഫ് ക്വസ്റ്റൻ ആണെന്ന കാര്യത്തിൽ തർക്കമില്ല. 2 മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വോട്ടറാണ് ഞാൻ. കാരണം ഒരു ദളിത് പ്രധാനമന്ത്രിയുടെ ആവശ്യകത ഇന്ത്യക്കുണ്ട്. അത് 2024 സാധ്യമാവുകയാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നയാളാണ്. പക്ഷേ മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പിനെ പോവുകയാണെങ്കിൽ BJP അതെങ്ങനെയാണ് ഉപയോഗിക്കാൻ പോവുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം. രണ്ടാമത്തേന്ന് പറയുന്നത്, നോക്കൂ, ഈ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുഖം എന്ന് പറയുന്നത്. വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജി, തമിഴ്നാട്ടിൽ സ്റ്റാലിൻ, അതുപോലെ തന്നെ നമുക്ക് ബീഹാറിൽ നിതീഷ്, UPയിൽ അഖിലേഷ്, രാഹുൽ എന്ന് പറയുന്ന മുഖങ്ങൾ തന്നെയാണ് ഉയർത്തി കാണിക്കേണ്ടത്. ഏതെങ്കിലും ഒരു മുഖത്തിലേക്ക് ചുരുങ്ങിയാൽ ഉണ്ടാകാവുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പായി തന്നെ കാണണം. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് മമതയ്ക്കൊരു സാധ്യതയുണ്ട്. പക്ഷേ പല നേതാക്കളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം വേണമെങ്കിൽ മുന്നണിയുടെ ഐക്യത്തിന് അതങ്ങനെ പറയാം. പക്ഷേ അപ്പുറത്ത് ഈ മോദിയുടെ ഗ്യാരണ്ടി എന്ന് മോദി തന്നെ അങ്ങനെ പറയുകയാണല്ലോ. മോദിക്ക് ബദലായി ഇന്ത്യയിൽ ഒരു നേതാവില്ല, ചൂണ്ടിക്കാണിക്കാൻ ഒരു നേതാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം? കോൺഗ്രസ്സുകാർ രാഹുൽ ഗാന്ധിയെ ഉയർത്തി കാണിക്കട്ടെ, അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ഉയർത്തി കാണിക്കട്ടെ. DMK ഉയർത്തി കാണിക്കേണ്ടത് സ്റ്റാലിനെയാണ്. തൃണമൂൽ കോൺഗ്രസ് ഉയർത്തി കാണിക്കേണ്ടത് മമതയാണ്. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിൽ നിതീഷ് കുമാറിനെ ബീഹാറിൽ ഉയർത്തി കാണിക്കണം. അങ്ങനെ സാധ്യമാകുന്നില്ല എങ്കിൽ അതത് സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് ചുരുക്കാതിരിക്കുമ്പോഴുണ്ടാകാവുന്ന പ്രത്യാഘാതം, അവിടെ ഒരു ഡോമിനൻസ് നരേന്ദ്രമോദിക്കുണ്ടാകും. ശരി, ഇപ്പോൾ ഈ മഹാരാഷ്ട്രയിലേക്ക് വരികയാണെങ്കിൽ 48 സീറ്റിൽ 23 സീറ്റാണ് ഉദ്ധവ് താക്കറെ വിഭാഗം ചോദിച്ചിരിക്കുന്നത്. 22 സീറ്റിൽ മത്സരിക്കണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. അതെങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത്? അതിൽ ഒരു ചർച്ച എത്രത്തോളം പുരോഗമിക്കുമെന്നുള്ള സംശയം. ഉദ്ധവൊക്കെ പൊളിഞ്ഞു പാളിസായി സ്മൃതി. അതൊന്നും ഉദ്ധവിന് മനസ്സിലാക്കാൻ
മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പിന്നെ കോൺഗ്രസ് മാത്രം വലിയ രീതിയിൽ ത്യാഗം സഹിക്കണമെന്ന് പറയുന്നത് എന്താ അർത്ഥം? ഉദ്ധവ് ഠാക്കറെയുടെ ശിവസേന ഒന്നല്ല അവിടുത്തെ വലിയ പാർട്ടി. ശരത് പവാറിന്റെ പാർട്ടി കുഞ്ഞു പാർട്ടിയായി പാർട്ടി മാറി. മാറി. അവിടെ പ്രതിപക്ഷത്തുള്ള ഇനി ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ്സാണ്. അപ്പോൾ ഇതിന്റെ കോൺഗ്രസ് പ്രശ്നം പ്രതിപക്ഷ നേതാവാണ്. അത് ഇനി മഹാരാഷ്ട്രയിൽ നിശ്ചയമായും കോൺഗ്രസ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒന്നാമത് ശരത് പവാർ വളരെ ദുർബലനായിരിക്കും. ഇത് മാത്രമല്ല, ശരത് പവാറിനെ വിശ്വാസത്തിലെടുക്കുന്നില്ല. ഇപ്പോൾ അജിത് പവാറുമായിട്ട് എത്ര മീറ്റിംഗ് നടന്നു ശരത് പവാറിൻ്റെ? എല്ലാം ഫാമിലി മീറ്റിംഗ് ആണെന്നാണ് പറഞ്ഞത്. സുപ്രിയ സൂലെ വരെ മീറ്റ് ചെയ്തു. എന്ന് മാത്രമല്ല, വിശ്വാസത്തിൽ എടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ട്. എന്നാലും ഉറച്ചു തന്നെ മഹാരാഷ്ട്രയിൽ ശരത് പവാർ നിൽക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോഴും ശരത് പവാറിൻ്റെ ശക്തി കുറഞ്ഞു. NCP എന്ന് പറഞ്ഞ പാർട്ടിക്ക് അഞ്ച് സീറ്റുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം. പക്ഷേ ഇനിയിപ്പോൾ കോൺഗ്രസ് ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട മുന്നണിയെ നേതൃത്വം കൊടുക്കാൻ പോകുന്നത്. മഹാവികാസ് അഘാഡിയുടെ നേതൃത്വം കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്. അതിന് തർക്കമില്ല. പഞ്ചാബും ഡൽഹിയും ഉണ്ട്. ഡൽഹിയുണ്ട്. പിന്നെ ഈ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വിഷയത്തിലേക്ക് വന്നാലും ഈ OBC ദളിത് അതേപോലെ SC വോട്ടുകളുടെയൊക്കെ കാര്യത്തിനകത്ത് BJP വെക്കുന്നൊരു ഗംഭീര കോമ്പിനേഷനുണ്ട്. ആ കോമ്പിനേഷൻ അത് ആ വിഭാഗത്തെ മാത്രമല്ല. ഇപ്പോൾ രാജസ്ഥാനിൽ ബ്രാഹ്മണനെയല്ലേ മുഖ്യമന്ത്രിയാക്കിയത്, മധ്യപ്രദേശിൽ OBC മുഖ്യമന്ത്രിയാക്കുന്നു, ദ്രൗപദി മുർമു ഒരു ഗോത്രവർഗ്ഗക്കാരി ഇന്ത്യയുടെ പ്രസിഡന്റ് ആകുന്നു, പ്രധാനമന്ത്രി ഹിംസെൽഫ് OBC ആണെന്ന് പറയുന്നു. അപ്പോൾ ഈ രീതിയിലുള്ളൊരു വലിയ കാസ്റ്റ് കോമ്പിനേഷൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ദളിത് മുഖം എന്നുള്ള നിലയ്ക്ക് ഒറ്റ കാര്യമേ അവർക്ക് ഗുണകരമായി വരുള്ളൂ. ഡൈനാസ്റ്റിക് അല്ല എന്ന് പറയാം. അതായത് മല്ലികാർജ്ജുൻ ഖാർഗെ വന്ന ഈ ഡൈനാസ്റ്റി റൂൾ ഇനി പറയാൻ പറ്റത്തില്ല BJPക്ക്. അതുകൊണ്ട് അങ്ങനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ SCയുടെ കാര്യത്തിൽ നേരത്തെ നികേഷ് പറഞ്ഞതിനകത്ത് SC വോട്ട്സിനകത്ത് ആകെ 543 അംഗ ലോക്സഭയിൽ 84 സീറ്റുകളാണ് SC സീറ്റുകൾ, സംവരണ സീറ്റുകൾ SCക്കുള്ളത്. അതിൽ 46 സീറ്റ് BJPയുടെ കയ്യിലാണ്. കോൺഗ്രസിന് എത്ര സീറ്റാണെന്നറിയോ? 6 സീറ്റ്. 46 സീറ്റുകൾ SC സീറ്റുകൾ പിടിച്ചെടുത്തിരിക്കുന്നു BJP. 6 സീറ്റാണ് കോൺഗ്രസിനുള്ളത്. അത് ഞാൻ പറഞ്ഞത്, ഈ കാസ്റ്റ് കോമ്പിനേഷനകത്ത് BJP ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല എല്ലാം ഫില്ല് ചെയ്ത് പോകുന്ന ഫോർമുലയാണ്. അതാണ് ഞാൻ ഈ കോൺഗ്രസിനെ കൂടുതൽ ഞാൻ ഈ കോൺഗ്രസിനെതിരായിട്ട് പറയല്ല, കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്ത് പറയുകയല്ല. കോൺഗ്രസ് ഇക്കാര്യത്തിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനും കുറേ കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. നേരത്തെ ഈ കോമൺ മിനിമം പ്രോഗ്രാം പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ UPA ഉണ്ടാകുമ്പോഴത്തേക്കും UPA ഫോം ചെയ്തതിന് ശേഷമാണ് CMP ഡിക്ലെയർ ചെയ്യുന്നത്. കറക്റ്റാണ്. ഞാൻ ഈ കോമൺ മിനിമം പ്രോഗ്രാം എന്ന് ഉദ്ദേശിച്ചത് ആ വാക്ക് ഉപയോഗിച്ചതിൻ്റെ തെറ്റാണ്. ഒരു സ്ലോഗൻ ഉണ്ടാകണം. വാട്ട് യു ആർ ഗോയിങ് ടു ഡു, എന്താണ് നിങ്ങളുടെ നമ്മൾ അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ലോഗനാണ് ഈ ജാതി സെൻസസ് എന്ന് പറയുന്നത്. പക്ഷെ അത് ജാതി സെൻസസ് ഇപ്പോൾ വല്ലാതെ പറയുന്നില്ല. പറയുന്നില്ല. പൊളിറ്റിക്കൽ എക്കണോമി എന്ന് വെച്ചാൽ അത് വല്ലാതെ പറയുന്നില്ല എന്ന് വെച്ചാൽ അതിൽ ഉറച്ചു നിൽക്കേണ്ടി വരും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഈ ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടത്തിൽ. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടും എത്രത്തോളം മറ്റ് നേതാക്കൾ അത് നിയമസഭാ ഏറ്റെടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ജാതി സെൻസസ് പറയുക ദേശീയ തലത്തിൽ, സംസ്ഥാന തലത്തിൽ അത് മിണ്ടാതിരിക്കുക. മാത്രമല്ല ഇവർ ഈ വെൽഫെയർ സ്കീം അവതരിപ്പിക്കുമ്പോൾ ഈ ജാതി സെൻസസുമായി യാതൊരു ബന്ധവുമില്ലാതിരിക്കുക. അത് പറ്റില്ല. ഒരു പൊളിറ്റിക്കൽ എക്കണോമി ഹിന്ദുത്വ കളിക്കുക. നമുക്ക് കുറച്ചും കൂടി തുടരാൻ തോന്നുന്നു. ഒരു ഏകോപിതമായ അജണ്ട ഇല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ അയോധ്യയുടെ കാര്യത്തിൽ തന്നെയാണെങ്കിൽ ക്ഷണം ലഭിച്ചവർക്ക് പോകാം എന്നൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് എത്തിയിരിക്കുകയാണ്. പോകേണ്ടവർ പോകട്ടെ. അപ്പോൾ ക്ഷണം ലഭിച്ചത് സോണിയാഗാന്ധിയുമുണ്ട്, ഖാർഗെയുമുണ്ട്. അവരൊക്കെ പോകുമോ എന്നുള്ള കാര്യം ഇപ്പോഴും അവ്യക്തമായി തുടരുകയും ചെയ്യുന്നു. അപ്പോൾ പോയില്ലെങ്കിൽ അത് കോൺഗ്രസിനെതിരായ ഒരു ടൂളായി ഉപയോഗിക്കും, അല്ലെങ്കിൽ ഒരു ആയുധമായി ഉപയോഗിക്കും BJP എന്നുള്ള സംശയമാണ് ഉയർത്തുന്നത്. അതുകൊണ്ട് പോയി അത് പരിഹരിക്കാൻ, അത് പോയി എങ്ങനെ പരിഹരിക്കും എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് BJP എന്ത് കാര്യം പറഞ്ഞുകൊണ്ടാണ് എതിർക്കാൻ പോകുന്നത്? അയോധ്യ ഒരു ട്രസ്റ്റിന്റെ ക്ഷണമാണ് എന്നുള്ളത് എങ്ങനെയാണ് വിശദീകരിക്കാൻ പറ്റുക കോൺഗ്രസിന്? പോകേണ്ടതുണ്ട്. കാരണം നിങ്ങൾ 3 പേരും പറയുന്നത് രണ്ടാം ഘട്ടത്തിലേക്ക് പോയില്ല, ആദ്യ ഘട്ടത്തിൽ തന്നെ ഇടപെട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ചില കണക്കുകളെക്കുറിച്ച്, ചില പ്രോജക്റ്റുകളെക്കുറിച്ച്, എങ്ങനെയാണ് ഓരോ സംസ്ഥാനത്തിലെയും ശക്തി എന്നതിനെക്കുറിച്ച്, ശക്തി എങ്ങനെ നേടിയെടുക്കാം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു മുന്നണിക്കില്ലാത്തൊരു പ്രൊജക്ഷൻ ഉണ്ണിസാർ ഇവിടെ അവതരിപ്പിച്ച് അവർക്ക് ഒരു മാതൃക വെച്ചിട്ടുണ്ട്. മീഡിയേറ്റേഴ്സ് കണ്ടവർക്ക് മനസ്സിലാവുകയാണെങ്കിൽ അത് സ്വീകരിക്കട്ടെ. കാരണം വളരെ നല്ലൊരു അഡ്വൈസ് തന്നെയാണ് ഉണ്ണിസാർ ഇപ്പോൾ കൊടുത്തത്. അതിൽ നിന്ന് ചില കണക്കുകളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഞാൻ വളരെ കാര്യമായിട്ട് തന്നെ പറഞ്ഞത്, നമ്മൾ ഈ ഫ്രീ ബീസ് കൾച്ചർ അത് കോൺഗ്രസ് ആയാലും ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള മറ്റു പാർട്ടികളായാലും BJP എങ്ങനെയാണ് ഈ വെൽഫെയർ സ്കീംസ് ഇംപ്ലിമെന്റ് ചെയ്തത് അതേ പാറ്റേൺ പിടിച്ചു നോക്കി. ഹിന്ദുത്വ അതേ രീതിയിൽ പിടിച്ചു നോക്കി. മധ്യപ്രദേശിലൊക്കെ അത് പരീക്ഷയ്ക്ക് പാളിയത് എങ്ങനെയാണ്, BJP നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ വിജയത്തിലേക്ക് പോയത് എങ്ങനെയാണ് എന്ന് നമ്മൾ ഈ സമീപകാലത്ത് കണ്ടതാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ ഒരു അനാലിസിസിലേക്ക് ഫ്രീ ബീസ് പാറ്റേണിലേക്ക്, അതായത് ഒരു റെവ്ദി കൾച്ചർ, അതായത് വെൽഫെയർ സ്കീംസ് BJP ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ വെൽഫെയർ സ്കീംസിന് മുകളിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീ ബീസിലേക്ക്
പോകണം. അത് കേരളത്തിലായാലും ഫ്രീ ബീസ് കൊടുത്തിട്ടുണ്ട്. കിറ്റടക്കമാടത്തിന് ഓർമ്മയുണ്ടാകുമല്ലോ. അപ്പോൾ ഈ ഫ്രീ ബീസ് എന്ന് പറയുന്നത് ആളുകളെ ആകർഷിക്കുന്ന ഒന്നാണ്. അതിലൊരു തർക്കവുമില്ല. അത് എല്ലായിടത്തും പരീക്ഷിച്ച് വിജയിച്ച ഒരു ഫോർമുലയാണ്. അപ്പോൾ ഈ റെവ്ദി കൾച്ചർ അത് ഇത്തവണ കണ്ടിന്യൂ ചെയ്യാനായി, അത് പ്രകടന പത്രികയിലേക്ക് കൊണ്ടുവരാനായി ഇവർ തയ്യാറെടുക്കുന്നു എന്നുള്ളത് നമ്മൾ രണ്ട് കൂട്ടരുടെയും ഭാഗത്ത് കാണേണ്ട ഒന്നാണ്. അപ്പോൾ ഈ പാവങ്ങളെ അല്ലെങ്കിൽ ആവശ്യമുള്ള ആളുകളെ കണ്ടെത്തുക, അങ്ങനെ ഒരു റൂറൽ ഇന്ത്യയിലേക്ക് കൃത്യമായി എത്തിച്ചേർന്ന് അവിടുത്തെ സീറ്റുകളും വോട്ടും ഉറപ്പിച്ചു നിർത്തുക എന്നത് തന്നെയാണ് BJP ഇത്തവണ പദ്ധതിയിടുന്നത്. കാരണം അവരുടെ ഓരോ പ്രോജക്ട്സിന്റെയും ഇംപ്ലിമെന്റേഷൻ സ്റ്റാറ്റസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവർ ഉറപ്പുള്ള സ്ഥലങ്ങളിലേക്കല്ല, ഉറപ്പിച്ചു നിർത്തേണ്ട സ്ഥലങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യ ബ്ലോക്കിന് അങ്ങനെയുള്ള ഒരു പദ്ധതി ഇതുവരെയില്ല. ഇപ്പോൾ നോക്കൂ, രാഹുൽ ഗാന്ധി നടത്താൻ പോകുന്ന യാത്രയെക്കുറിച്ച് നമ്മൾ അതൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ഭാരത് ജോഡോ ന്യായ യാത്ര 14-ാം തീയതി തുടങ്ങാൻ പോവുകയാണ്. 14 സംസ്ഥാനങ്ങളിലൂടെ ആ യാത്ര കടന്നു പോകുന്നുണ്ട്. ആ 14 സംസ്ഥാനങ്ങളിലായി 355 ലോക്സഭാ സീറ്റുകളുണ്ട്. മത്സരിക്കാൻ പോകുന്നത് 255-ലാണ്. 355 സീറ്റുകളിൽ നേരത്തെ ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ അതെല്ലാം NDAക്ക് കൃത്യമായ ഒരു ഡോമിനൻസ് ഉള്ള കൃത്യമായ ഇടങ്ങളാണ്. ആ ഇടങ്ങളിലൂടെ ഈ യാത്ര കടന്നു പോവുകയാണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിൽ ചലനം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ അവർ വെക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയൊന്നും വേണ്ട, അതിനു മുൻപ് തന്നെ വളരെ കൃത്യമായി ഒരു വെൽ ഓയിൽഡ് ഇലക്ഷൻ വിന്നിംഗ് മെഷീൻ എന്നുള്ള രീതിയിൽ തന്നെ അവിടുത്തെ സംവിധാനത്തെ കൃത്യമായി ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് BJP. അവിടെ കൂടിയാണ് ഈ യാത്ര കടന്നു പോകാൻ പോകുന്നത്. യാത്രക്കിടയിൽ വേണം പോൾ സ്ട്രാറ്റജി ഉണ്ടാക്കാൻ. യാത്രക്കിടയിൽ വേണം എങ്ങനെ ഇവരെ മറികടക്കാം, ഇവർ വിജയിച്ചു നിൽക്കുന്ന സീറ്റുകളിൽ പരാജയപ്പെടുത്താം എന്നത് ഉണ്ടാക്കാൻ. അതൊരു വലിയ പ്രതിസന്ധി തന്നെയായി മാറും. അല്ലെങ്കിൽ റൂറൽ ഇന്ത്യയുടെ വോട്ടിംഗ് പാറ്റേൺ അപ്പാടെ മാറണം. രാഹുൽ ഗാന്ധിയിലെ യാത്ര നടത്തുന്നു. രാഹുൽ ഗാന്ധി യാത്ര നടത്തുമ്പോൾ രാഹുൽ ഗാന്ധി ആണല്ലോ ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഡൈനാസ്റ്റി ഒന്നും അവസാനിക്കുന്നതൊന്നും ഞാൻ കരുതുന്നില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായപ്പോഴും തീരുമാനങ്ങൾ എടുത്തിരുന്നത് എവിടെയാണ്? മല്ലികാർജ്ജുൻ ഖാർഗെ വരുമ്പോഴും ഖാർഗെ എന്ന ഫിഗർ മുന്നിലുണ്ടാകും, പക്ഷേ തീരുമാനങ്ങളിലേക്ക് പോകുന്നത് രാഹുൽ ഗാന്ധിയുമായി ചർച്ച ചെയ്തുള്ള തീരുമാനങ്ങൾ അങ്ങനെ തന്നെയാണ് വരാൻ പോകുന്നത്. അത് എത്ര അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ തന്നെ സംഭവിക്കും. നമുക്ക് ഈ കണക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ 2019 കിട്ടിയ സീറ്റുകളിൽ അല്ലെങ്കിൽ ഒപ്പമുണ്ടായിരുന്ന ആളുകളിൽ കുറെ വിട്ടുപോയിട്ടുണ്ട് NDAയുടെ ഭാഗത്ത്. അത് കൃത്യമായി അനലൈസ് ചെയ്ത് ആ രീതിയിൽ വോട്ട് പിടിക്കാൻ, സീറ്റ് പിടിക്കാനുള്ള ശ്രമങ്ങൾ ഇതുവരെ ഇന്ത്യ ബ്ലോക്ക് തുടങ്ങിയിട്ടില്ല. അതൊരു വസ്തുതയാണ്. 353 ആയിരുന്നു 2019 ആകെ കിട്ടിയ സീറ്റുകളെങ്കിൽ ഇപ്പോൾ കൂടെയുള്ള പാർട്ടികളുടെ കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ NDA എന്ന് പറയുന്ന സംവിധാനത്തിന് ഇപ്പോൾ കയ്യിലുള്ളത് 319 ബാക്കി മാറി നിൽക്കുകയാണ്. അണ്ണാ DMK അടക്കം മാറി നിൽക്കുകയാണ്. അതൊരു വസ്തുതയാണ്. BJPക്ക് മാത്രമായി കിട്ടിയത് 303 37%. ആ 37-ൽ നിന്ന് 50 ആക്കുമെന്ന് പറയുന്നതിനുള്ള മാജിക് എന്താണ് എന്നത് ഇപ്പുറത്ത് ആലോചിക്കുന്നില്ല. 37-ൽ നിന്ന് താഴേക്കിറക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. ഞാൻ ഇതുവരെ കണ്ടില്ല ഇന്ത്യ ബ്ലോക്കിൽ അങ്ങനെയുള്ള ചർച്ചകൾ കൃത്യമായി നടന്നതായി ഇതുവരെ. സെപ്റ്റംബർ 13 വരെയുള്ള അവരുടെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. BJP ശക്തമായ സ്ഥലത്ത് കൂടി കടന്നു പോവുക എന്നുള്ളത് അതാണല്ലോ ഇവർ ഉദ്ദേശിക്കുന്നത്. ആ സ്ഥലങ്ങളിലൂടെ കടന്നുപോയി അവിടെ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുക. അപ്പോൾ ആ ശ്രമം നടത്തുന്നത് ഒരു അബദ്ധമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും സുജയ്? അല്ല, കടന്നു പോകുന്ന ഇടങ്ങളിലേക്കുള്ള സ്ട്രാറ്റജി രൂപീകരിച്ചിട്ടില്ല. അതിനായിട്ടുള്ള യോഗങ്ങൾ, കൂടിയാലോചനയൊക്കെ തുടങ്ങിയിട്ടേയുള്ളൂ. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു ഡ്രോബാക്കായി ഞാൻ കാണുന്നത്. കാരണം ആ രീതിയിലുള്ള ചർച്ചകൾക്കുള്ള ഒരു സ്പേസ് ഇതുവരെ അവർ ക്രിയേറ്റ് ചെയ്യുന്നില്ല. മറ്റു വിഷയങ്ങളിലാണ് ഒന്നിച്ച് യോഗം വിളിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ 3 സംസ്ഥാനങ്ങളിൽ BJP മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ ഉടനെ യോഗം വിളിക്കുകയാണ്. അതുപോലും എല്ലാവരുടെയും സൗകര്യം കണക്കിലെടുത്തൊന്നുമല്ല. ഈ ഭാരത് ജോഡോ യാത്ര ആദ്യത്തെ യാത്ര നടത്തുമ്പോഴും ഇന്ന ഇടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് നേരത്തെ പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. അത് പിന്നീട് അങ്ങനെ ആളുകളെ കയ്യിലെടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു. നേരത്തെ ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ടതും പ്രസക്തവുമാണ്. ഒരു കോഹറൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ പ്ലാറ്റ്ഫോമൊന്നുമായിട്ട് ഇന്ത്യ മുന്നണി മാറിയിട്ടില്ല. അത് കൺസീഡ് ചെയ്യാതിരിക്കുന്നതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതിനുള്ള സാധ്യതയാണ് ഇപ്പോൾ ജനുവരി 14-ാം തീയതി മുതൽ 66 ദിവസം നീണ്ടു നിൽക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ 2ാം ഘട്ടം എന്ന് പറയുന്നത്. 1-ാം ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ മാത്രം പരിപാടിയായിരുന്നു. അത് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ചില വ്യക്തികളും അതിനോടൊപ്പം ചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇന്ത്യ മുന്നണികളെ ഒക്കെ ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ ഒരു മുന്നണി എന്നുള്ളൊരു തോന്നലുണ്ടാക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 22-ാം തീയതി രാമക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്ന വലിയ ഇവൻറ്റ് രാജ്യത്ത് നടക്കുകയാണ്. BJP അതിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് അത് പുഷ് ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മറുപക്ഷത്ത് ജനുവരി 14 മുതൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ ഭാരത് ജോഡോയുടെ 2ാം ഘട്ടം നടക്കുകയാണ്. അപ്പോൾ 2 ഇവൻറ്റുകൾ നമ്മളെ മുന്നിലുണ്ട്. ചിലപ്പോൾ BJPയുടെ ഇവൻറ്റ് മുന്നിൽ നിൽക്കുമായിരിക്കും, ചിലപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇവൻറ്റ് മുന്നിൽ നിൽക്കുമായിരിക്കും. ഏതാണെന്ന് നമുക്ക് കാണാം, നമ്മൾ പ്രവചിക്കാൻ പോകണ്ട. നോക്കിവിടെ 255 സീറ്റ്, അതിലാണ് എനിക്ക് പ്രധാനപ്പെട്ട വിയോജിപ്പുള്ളത്. 255 സീറ്റുകളിൽ മാത്രമേ ഞങ്ങൾ മത്സരിക്കുന്നുള്ളൂ എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ വിട്ടുവീഴ്ചയാണ്.
ആ വലിയ വിട്ടുവീഴ്ച എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ പിന്നെ ഈ 255 സീറ്റുകളിൽ ഇന്ത്യ മുന്നണിയിൽ ഒരു ഘടകകക്ഷി മത്സരിക്കാൻ വരുന്നില്ല. ഈ ആം ആദ്മി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, അതുപോലെ സമാജ്വാദി പാർട്ടി, ലെഫ്റ്റ് തുടങ്ങിയ പാർട്ടികളൊന്നും തന്നെ മത്സരരംഗത്തില്ല. ഒരു ചോദ്യം ചോദിച്ചു. കോൺഗ്രസ് വേഴ്സസ് ഇതൊന്നും പൂർത്തിയാക്കി അല്ല, ഞാൻ ഇതാണ് 255 സീറ്റിന്റെ കാര്യം. 255 സീറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതെ. 421 സീറ്റിലാണ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത്. 52 കിട്ടിയത്. അതുകൊട്ടെ 165 സീറ്റ്, ഇപ്പം 421 നമ്മൾ കണക്കെടുക്കുന്നതെങ്കിൽ ബാക്കി 165 സീറ്റാണ് ഇതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ വിചാരിക്കുന്നില്ല 255 സീറ്റിൽ ആയിരിക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ കേവല ഭൂരിപക്ഷം വരുന്ന ഒരു 300 സീറ്റുകളോട് മത്സരിച്ചേക്കാം. മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം പലയിടങ്ങളും ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നില്ല ആം ആദ്മി പാർട്ടിയുമായിട്ട് പഞ്ചാബിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ കോൺഗ്രസിന് ഒരു സീറ്റ് അഡ്ജസ്റ്റ്മെന്റിന് സാധിക്കുമെന്ന്. അങ്ങനെ എവിടെയൊക്കെ കോൺഗ്രസ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റിന് ശ്രമിച്ചിട്ടുണ്ട്. മുമ്പ് തമിഴ്നാട്ടിൽ എന്താ തമിഴ്നാട്ടിൽ കോൺഗ്രസ് അപ്രത്യക്ഷമാവാൻ കാരണം? അവിടെ ദ്രാവിഡ പാർട്ടിയുമായിട്ട് യോജിച്ചു പോയി. അവരുടെ ഒരു ജൂനിയർ ഘടകകക്ഷി, ഒരിക്കൽ ജൂനിയർ ഘടകകക്ഷി ആയാൽ എല്ലാ കാലത്തും ജൂനിയർ ഘടകകക്ഷി എന്നുള്ളതാണ് ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ അവസ്ഥ. അതുകൊണ്ട് പഞ്ചാബിലും ദില്ലിയിലും സ്വന്തമായി മത്സരിക്കുന്നതാണ് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം നിലനിൽക്കാനുള്ള ഏറ്റവും നല്ല കാര്യം. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ആ നിലയിൽ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ നേരത്തെ പറഞ്ഞ ഈ തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, എസ് പി, ലെഫ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ BSP, AMIM എന്ന് പറയുന്ന BJP ഫണ്ട് ചെയ്യുന്ന പാർട്ടികളുണ്ടല്ലോ. ഈ BJP ഫണ്ട് ചെയ്യുന്ന പാർട്ടികളൊക്കെ ഇവിടെ ഈ പറയുന്ന കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വരും എന്ന കാര്യത്തിലും ആ നിലയിലുള്ള ഡാമേജ് കോൺഗ്രസ് കാണേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ മുന്നറിയിപ്പ്. പിന്നെ രണ്ടാമത്തത് നേതാവ് എന്നുള്ളത്, ഞാൻ വിചാരിക്കുന്നില്ല രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. രാഹുൽ ഗാന്ധിയെ ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കിയെടുത്തോളം, എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല അദ്ദേഹത്തെ, മാധ്യമങ്ങളിലൂടെ കണ്ട അറിവ് മാത്രമേ ഉള്ളൂ. ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള നേതാവാണ്. ഇന്ത്യയിൽ മതേതരത്വം ഉണ്ടാകണം, ജനാധിപത്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രായമുള്ള ഒരു പയ്യൻ എന്നുള്ള നിലയിൽ അയാൾക്ക് പ്രധാനമന്ത്രി ആകാൻ ആഗ്രഹമുണ്ടെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രി ആകണമെന്ന് ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടാൽ, മറ്റ് പാർട്ടികൾ ആവശ്യപ്പെട്ടാൽ രാഹുൽ ഗാന്ധി അതിനോടൊപ്പം നിൽക്കുമെന്ന്, അതിനുള്ള ഹൃദയ വിശാലതയൊക്കെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചുള്ളൂ. പിന്നെ നെഹ്റു ഗാന്ധി ഫാമിലി, നേരത്തെ സുജിയെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ മൻമോഹൻ സിംഗ് സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് വലിയ നിലയിൽ സ്വാധീനം ഉണ്ടാവും. പക്ഷേ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഡൈനാമിക്സ് ഉണ്ട് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി അവിടെ നിന്നോട്ടെ, രാഹുൽ ഗാന്ധി ഉണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന മുന്നോട്ട് പോകൂ എന്ന് അറിയാവുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് പറയുന്നത്. ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ ഈ പ്രതിപക്ഷം ഒന്നാകെ മുന്നോട്ട് വരുമ്പോൾ അവർ ചേർന്ന് നിൽക്കുമ്പോഴുള്ള ശക്തി കൂടുന്നതിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചല്ലോ. ആ ശക്തി കൂടുമ്പോൾ മറുഭാഗത്തെ ശക്തി എന്ന് പറയുന്നത് വേറൊരു രീതിയിൽ നമ്മൾ കൃത്യമായ പെർസെൻറ്റേജ് കൂടി മനസ്സിൽ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ 11 സംസ്ഥാനങ്ങൾ, 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ഇത് വെച്ച് നോക്കുമ്പോൾ BJP 50% കൂടുതൽ വോട്ട് നേടിയ സീറ്റ് വെച്ചിട്ടുള്ള പെർസെൻറ്റേജ് അല്ല, വോട്ട് 50% കൂടുതൽ വോട്ട് നേടി വിജയിച്ചത് 224 സീറ്റുകളിലാണ്. അതായത് 303-ൽ 224 സീറ്റിലും അവർ വിജയിച്ചിരിക്കുന്നത് 50% മുകളിൽ വോട്ടുകൾ, ടോട്ടൽ പോൾ ചെയ്ത വോട്ടുകളുടെ 50% മുകളിൽ വാങ്ങിക്കൊണ്ടാണ്. അവിടെയൊക്കെ കൃത്യമായി ഇക്കഴിഞ്ഞ 5 വർഷവും ആ ജയിച്ചു വന്ന MP-മാർ കൃത്യമായി പണിയെടുത്തിട്ടുണ്ട്, വോട്ട് ഉറപ്പിച്ചു നിർത്തിയിട്ടുണ്ട്. ഈ ശതമാനം കൂടുകയല്ലാതെ കുറയില്ല എന്നുള്ള ആത്മവിശ്വാസം അവർക്ക് വലിയ രീതിയിലുണ്ട്. 224 ആ ഫിഗർ അവിടെ നിൽക്കട്ടെ. NDA ഇപ്പോൾ അധികാരത്തിലുള്ള 17 സംസ്ഥാനങ്ങളുണ്ട്. അവിടെ ആകെയുള്ളത് 261 ലോക്സഭാ സീറ്റുകളാണ്. ഇന്ത്യ ബ്ലോക്കിലെ വിവിധ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ 10 എണ്ണമാണ്. അവിടെയുള്ളത് 207 സീറ്റുകളാണ്. അപ്പോൾ ഈ പറയുന്ന സീറ്റ് എണ്ണം തന്നെ ആ ഒരു ഇലക്ട്രൽ മാത്ത് എന്ന് പറയുന്ന ആ കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ 2 മുന്നണികളുടെയും ഒരു SWOT അനാലിസിസ് നടക്കാൻ. സ്ട്രെങ്തും വീക്ക്നസും ഓപ്പർച്യൂണിറ്റിയും ത്രെറ്റും നമ്മൾ പരിശോധിക്കണം. അപ്പോൾ ആ SWOT അനാലിസിസിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, ഇന്ത്യ ബ്ലോക്കിന് NDAയ്ക്കൊപ്പം പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തേതുപോലെ ഇഴഞ്ഞു നീങ്ങിയാൽ പോരാ, ഇഴഞ്ഞു നീങ്ങിയാൽ ഒപ്പം എത്തില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം 10 ആഴ്ചയ്ക്കുള്ളിലൊന്നും ഇത്രയും വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിനൊപ്പം ഓടിയെത്താൻ ഈ പാസഞ്ചറിന് കഴിയില്ല. ഇന്ത്യ മുന്നണി ഇപ്പോൾ ഒരു പാസഞ്ചർ ട്രെയിൻ പോലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും ഒരു സൂപ്പർ ഫാസ്റ്റിന്റെ വേഗത ഈ 10 ആഴ്ചയ്ക്കുള്ളിൽ കൈവരിക്കില്ല. പിന്നെ ക്ലോസ് ഫൈറ്റ് നടക്കും. കാരണം NDAയുടെ മറ്റൊരു വീക്ക്നെസ് എന്ന് പറയുന്നത് ഒരു സാച്ചുറേഷൻ പോയിന്റിലേക്ക് NDA എത്തിയിട്ടുണ്ട്. അതായത് ഹിന്ദി ബെൽറ്റിലുള്ള 273 സീറ്റുകളിൽ 243 അവർ ജയിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ചുരുക്കം സീറ്റുകൾ മാത്രമാണ്. നോർത്ത് ഈസ്റ്റിലാകെയുള്ളത് 25 സീറ്റുകളാണ്. തെലങ്കാനയിൽ 17-ൽ 4 കയ്യിലുണ്ട്. ഇപ്പോൾ നിയമസഭയിൽ സീറ്റെണ്ണം കൂട്ടിയതുപോലെ അവിടെയും കൂട്ടാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം അവർക്കുണ്ട്. അപ്പോൾ സൗത്തിനെ കുറിച്ച് നമ്മൾ പറയും, കേരളവും തമിഴ്നാടും കർണാടകയും തെലങ്കാനയും കൂട്ടിയാൽ 104 ഉള്ളൂ. അപ്പോൾ ഈ ഇലക്ട്രൽ മാത്തിൽ സ്ട്രോങ് ആയി നിൽക്കുന്നത് NDA തന്നെയാണെന്നുള്ളത് ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇന്ത്യ മുന്നണി
ഇന്ത്യക്ക് മുന്നേറണമെങ്കിൽ ഏറെ പണിയെടുക്കേണ്ടി വരും. അതും കുറച്ചൊന്നും എടുത്താൽ പോരാ. ആ യാഥാർത്ഥ്യം ഒരു അവസരം കൂടി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ഉദയ. തന്നെയാണ് അതായത് ഈ അമിത ആത്മവിശ്വാസം ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. 2004 തന്നെയാണ് ഏറ്റവും നല്ല ഉദാഹരണം. 2004 ഇന്ത്യ തിളങ്ങുന്നുവെന്ന് ഈ നരേന്ദ്രമോദിയെക്കാളും തലയെടുപ്പുള്ള നേതാവായിരുന്നു എൽ കെ അദ്വാനി എന്ന് പറയുന്നത്. എൽ കെ അദ്വാനിയുടെ ഒരു ട്രഡീഷൻ എന്ന് പറയുന്നത് ഇന്ത്യയെ രണ്ടായി വിഭജിച്ച് ചോരച്ചാലുകൾ നീന്തിക്കടന്നിട്ടുള്ളയാളാണ് എൽ കെ അദ്വാനി. എൽ കെ അദ്വാനി പ്രധാനമന്ത്രി പദത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ വലിച്ച് താഴിട്ടല്ലോ ഇന്ത്യൻ ജനത. അപ്പോൾ ആ നിലയിൽ അമിതാത്മവിശ്വാസം ബി ജെ പിയുടെ ഭാഗത്തുണ്ടാകുന്നത് ഏതായാലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ് എന്ന വിലയിരുത്തലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മാത്രമല്ല ആ ഇലക്ട്രൽ മാത്തിൽ ഒരു പ്രശ്നം എനിക്കുള്ളത് 1998 വാജ്പേയി അധികാരത്തിൽ വരുന്നു, പിന്നെ 99 വീണ്ടും അധികാരത്തിൽ വരുന്നു. അപ്പോൾ സുജയെ പറഞ്ഞ ഈ ഇലക്ട്രൽ മാത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നില്ല. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതൽ പിന്നെ വോട്ട് ഷെയർ ഉണ്ടായിരുന്നത്. എന്നിട്ടും ബി ജെ പിക്ക് അവിടെ വിജയിച്ച് വരാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു രാജ്യത്ത് എത്ര സംസ്ഥാനങ്ങളിൽ പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഓരോ സംസ്ഥാനങ്ങളിലും അവർ ഇത്രത്തോളം വോട്ട് സമാഹരിച്ചിരിക്കുന്നു എന്നുള്ളതും ദേശീയ തെരഞ്ഞെടുപ്പിൽ അതേപോലെ റിഫ്ലക്റ്റ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ആ ഇലക്ട്രൽ മാത്ത് 98ഉം 99ഉം 2004ഉം അപവാദമാണ്. 2003ഉം 2023ഉം ഒരുപോലെ ആയിരിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മീറ്റ് എഡിറ്റേഴ്സിൽ തന്നെ ചർച്ച ചെയ്തതാണ്. 5 സംസ്ഥാനങ്ങളിൽ BJP നിലം തൊടില്ല, വലിയ തിരിച്ചടി നേരിടുമെന്നൊക്കെ അങ്ങടക്കം ഇവിടെ ഇരുന്ന് സംസാരിച്ചതുമാണ്. പക്ഷേ ഫലം വന്നപ്പോൾ എന്തായി? അത് തന്നെയാണ് 2024 ഈ 3 മാസം കഴിയുമ്പോൾ നമുക്ക് കാണാമല്ലോ. ഈ ഒരു അയോധ്യ പെർസെപ്ഷൻ ഉണ്ടാക്കുന്നത് ഇലക്ട്രൽ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിക്കാനാണ് എന്ന് ആവർത്തിച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണോ അവർ പാർലമെൻറ്റിനെ നിർജ്ജീവമാക്കിയത്, എങ്ങനെയാണോ അവർ CAG നിർജ്ജീവമാക്കിയത്, എങ്ങനെയാണോ അവർ സുപ്രീം കോടതിയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് അവർ സംസ്ഥാന സർക്കാരുകളെ ഇല്ലാതാക്കുന്നത്, അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ സുപ്രീം കോടതി വിധിയെ അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോൾ ലെജിസ്ലേഷന് പോകുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഉദ്ദേശം എൻ്റെ കാഴ്ചപ്പാടിൽ ഇത്തരം ഫാഷിസ്റ്റ് സർക്കാരുകൾ ലോകത്ത് എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൽ ഇത് BJP സർക്കാരാണ്, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇലക്ട്രൽ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം ഉണ്ടാകും. ഇന്ത്യ മുന്നണിയിൽ തർക്കമോ എന്ന ചോദ്യത്തിന് തർക്കമുണ്ട് എന്ന് 4 പേരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നു. മീറ്റ് ദ എഡിറ്റേഴ്സ് അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, മുസ്ലിം സ്ത്രീകളെ അപമാനിച്ചുകൊണ്ട് മുസ്ലിം സ്ത്രീകൾ തട്ടമിടാത്ത മുസ്ലിം സ്ത്രീകൾ അഴിഞ്ഞാട്ടക്കാരികളാണ് എന്ന് പറഞ്ഞ സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കത്തിനെതിരെ ഒടുവിൽ സംസ്ഥാന സർക്കാർ കേസെടുത്തിരിക്കുന്നു. VP സുഹ്റ എന്ന സമരനായിക പരാതി കൊടുത്തിട്ട് 2 മാസമായി, 2ാമത്തെ മാസമാണ് ഇപ്പോൾ കേസെടുക്കാൻ സർക്കാർ തയ്യാറായിരിക്കുന്നത്. നമുക്ക് നോക്കാം, സ്ത്രീപക്ഷ നിലപാടെടുക്കുന്ന സർക്കാർ എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ഒരു പരാതി നൽകി 2 മാസത്തിന് ശേഷമാണോ കേസെടുക്കേണ്ടത് എന്ന് റിപ്പോർട്ടറിന്റെ ക്ലോസ് എൻകൗണ്ടറിലാണ് സ്മൃതിയുടെ ഇന്റർവ്യൂവിലാണ് അത് പറഞ്ഞത്. ഇപ്പോൾ ഒരു സ്വകാര്യ ചാനലിലെ അഭിമുഖം എന്നാണ് എല്ലാ വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ആ സ്വകാര്യ ചാനൽ റിപ്പോർട്ടറാണ് സ്മൃതി എടുത്ത അഭിമുഖത്തിലാണ് അത് നടന്നത്. ഏതായാലും അക്കാര്യത്തിൽ ഒരു നിയമപരമായ നടപടി ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. വൈകിയെങ്കിലും അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം മീറ്റ് എഡിറ്റേഴ്സ് ഇവിടെ സമാപിക്കുകയാണ്. നമസ്കാരം. ഗുഡ് നൈറ്റ്. Meet the editors.